സ്തോത്രം. രാത്രി ആരൊക്കെ മിണ്ടാതിരുന്നാലും ഏലപ്പാറയുടെ സൗണ്ട് കുറയത്തില്ല, ഏലപ്പാറയുടെ ശബ്ദം കുറയത്തില്ല. ഏലപ്പാറ ഇന്ന് രാത്രി നൃത്തം ചെയ്യാതിരിക്കത്തുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ സാഹചര്യം. 38 വർഷത്തെ 28 കൊല്ലത്തെ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു എൻ്റെ അമ്മ. 38 കൊല്ലത്തെ മദ്യപാനിയായിരുന്നു എൻ്റെ അപ്പൻ. ഏലപ്പാറയ്ക്കടുത്ത് ഹെലിബ്രിയ എന്ന് പറയുന്നൊരു കൊച്ചു ടി എസ്റ്റേറ്റാ ജന്മസ്ഥലം. നിങ്ങൾക്കറിയാമോ, മുളക്കുഴ ബൈബിൾ സ്കൂളിൽ ചർച്ച് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ആദിവാസികൾക്ക് വേണ്ടി കുവൈറ്റിലെ സാറുമാർ അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ്, പഴകിയ വസ്ത്രം ഇട്ടുകൊണ്ട് മുളക്കുഴ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. കൂടെ പഠിക്കുന്നവൻ്റെ മുടി വെട്ടിയും കൂടെ പഠിക്കുന്നവൻ്റെ മുടി വെട്ടി എണ്ണയും സോപ്പ് മേടിച്ച ആളാണ് ഞാൻ. ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ശമ്പളം 5 രൂപ, അന്ന് എനിക്ക് 10 പൈസ. ആ ജോലിക്ക് പോകാൻ കാരണമുണ്ട്. വീടിനകത്ത് ദാരിദ്ര്യം കയറി കൊടികുത്തി വാണപ്പോൾ ഒരു രാത്രി എൻ്റെ അമ്മ കുഞ്ഞുമോൾ, എൻ്റെ മൂത്ത സിസ്റ്റർ ആൻസി പൗലോസ്, എൻ്റെ ഇളയ സിസ്റ്റർ ആശ, ഞാൻ അനീഷ്, 3 പേരെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കൊന്ന് മരിച്ചേക്കാം, നമുക്കെല്ലാം മരിച്ചേക്കാം. കാരണം മുമ്പോട്ടുള്ള ജീവിതം പാടാ. അപ്പൻ കുടി, അമ്മ മദ്യപാനി. ഒരു രാത്രി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ 4 പേരോട് തീരുമാനിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഞാൻ പറഞ്ഞമ്മ, ഞാൻ പണിക്ക് പോകാം, പൈസ ഇല്ലാത്തതല്ലയോ, ഞാൻ പണിക്ക് പോകാം. അന്ന് എൻ്റെ പ്രായം 10 വയസ്സാണ്. 5 പഠിക്കുന്ന എൻ്റെ ഏബലിൻ്റെ പ്രായം അന്ന് എനിക്കുള്ളൂ. 5 രൂപ ശമ്പളത്തിൽ കൂലിപ്പണിക്ക് പോയ മനുഷ്യനാണ് ഞാൻ. ഈ ലോകത്ത് 20ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മലയാളമല്ലാതൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഒരു ഗതിയില്ലാത്തവൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് ഒരു പാട്ടിനകത്തോടെ കയറി പിടിച്ച എൻ്റെ അമ്മേനെ, ഏത് പാട്ടാ? സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഏകിടുമേ, നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്നും എഴുതിയിടുമേ എന്നുള്ള ഒരു പരസ്യയോഗത്തിന്റെ പാട്ടാ എൻ്റെ അമ്മയെ മനസാന്തരപ്പെടുത്തിയ. ആ മനസാന്തരത്തിന്റെ അനുഭവത്തില ഇന്ന് ഈ രാത്രി ഇവിടെ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, കാട്ടാക്കടയും പുന്നാവൂരും ഈ കുറ്റിയച്ചിലും കണ്ടലയും നിങ്ങളെല്ലാം മിണ്ടാതായിരുന്നാൽ ഇന്ന് രാത്രി ഏലപ്പാറ മിണ്ടാതിരിക്കില്ല. കാരണം അതാണ് സാഹചര്യം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ, കൊണ്ടുവന്ന വഴികൾ ഓർത്താൽ ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ പറ്റുമോ? ചേർന്ന് ഒരിക്കൽ കൂടിയ കരമുയർത്തി വീശ് സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സന്തോഷിക്കണം. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്? ഫിലിപ്പിലെ എഴുതി പറയുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുവിൻ? സന്തോഷിപ്പിൻ. സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ ആ ഭാഗമൊക്കെ വളരെ ചിന്തിക്കാറുണ്ട്. ഒരു കാരാഗ്രഹത്തിൽ കിടന്നിട്ടാണ് പൗലോസ് ഇത് പറയും. ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഭയങ്കര പാടാണ്, ഭയങ്കര പ്രയാസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേരളത്തിൽ കോവിഡ് വന്ന പാസ്റ്ററായിരുന്നു. കേരളത്തിൽ കോവിഡ് വന്നപ്പോൾ ആദ്യം കോവിഡ് വന്ന പാസ്റ്റർമാരിൽ ഒരാൾ ഞാനാണ്. അതിനുശേഷം ഒത്തിരി പാസ്റ്റർമാർക്ക് വന്നെങ്കിലും ആദ്യം വന്നത് എനിക്ക് വരുവല്ലായിരുന്നു, ഞാൻ കൊണ്ടുവരുമായിരുന്നു. UK ഒരു കോൺഫറൻസിന് പോയപ്പോൾ, ഷാരോൻ്റെ ഒരു കോൺഫറൻസിന് പോയപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കോവിഡ് കാലത്ത് അവിടെ ചെന്ന് കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞാൻ കോവിഡും കൊണ്ടാണ് വന്നത്. അപ്പം അങ്ങനെ ഞാൻ പത്തനംതിട്ടയിലുള്ള ജനറൽ ഹോസ്പിറ്റൽ അവിടെ ഞാൻ 45 ദിവസങ്ങൾ കിടന്നു. അപ്പം 100 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു മുറി, ഒരു ബെഡ്, ഒരു ബാത്റൂം, അത്രയായിരുന്നു അതിൻ്റെ സെറ്റപ്പ്. അതിനകത്ത് ഞാനുണ്ടായിരുന്നു 45 ദിവസങ്ങൾ. അപ്പോൾ ഫുൾ ടൈം മാസ്കാണ്, ഏത് സമയത്തും മാസ്കാണ്, രാത്രി കിടക്കുമ്പോഴും മാസ്കാണ്, ഫുൾ ടൈം മാസ്ക്. 45 ദിവസം മാസ്കായിരുന്നു. 45 ദിവസവും നമ്മൾ കൈ കഴുകി സ്കിന്നൊക്കെ പോകാൻ തുടങ്ങി. ഇങ്ങനെ സാനിറ്റൈസർ ഇട്ടും കൈ കഴുകി, സോപ്പിട്ട് കൈ കഴുകി, ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകി പോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമുക്കൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരാഴ്ച, കാരണം എന്തോ ആയിരിക്കും ഇതിൻ്റെ എന്നുള്ളായിരുന്നു. ഇപ്പം 2ാമത്തെ ആഴ്ചയപ്പോൾ എക്സൈറ്റ്മെൻറ്റ് അങ്ങ് മാറിയിട്ട് പതുക്കെ വിഷമത്തിലോട്ട് വരാൻ തുടങ്ങി. കാരണം കുടിച്ചും വലിച്ചും ഒക്കെ കിടക്കുന്നവർ പെട്ടെന്ന് പോകുന്നു. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ അവിടുന്ന് പോകുന്നില്ല. ഇപ്പം 2ാമത്തെ ആഴ്ചയായപ്പോൾ എനിക്ക് വലിയ വിഷമമായി. 3ാമത്തെ ആഴ്ചയായപ്പോൾ നമ്മുടെ മനസ്സങ്ങ് ഭാരപ്പെടാൻ തുടങ്ങി. 3ാമത്തെ ആഴ്ച 3 വീക്സ്. ഇപ്പം 21 ദിവസമായിട്ട് നമ്മളൊരു വീട്ടില്ല, ഒരു മുറിക്കകത്ത്, സംസാരിക്കാൻ ആരുമില്ല. രാവിലെ വന്നിങ്ങനെ കൊട്ട് കൊട്ടിയിട്ട് അവർ കോഫി വെച്ചിട്ട് പോകും. അവർ പോയി കഴിഞ്ഞ് കോഫിയെല്ലാം വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടേ കൊട്ടിയിട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണം? പോകണം. അപ്പം ആ ലെവലില്ല. അപ്പം നമ്മൾ കോഫി എടുത്താൽ പിന്നെ ആരെയും കാണാനില്ല. ഡോക്ടർമാർ വന്നാൽ ഒന്നും ചോദിക്കാനില്ല. 2 മിനിറ്റ് കൊണ്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? പോവും. ഇപ്പം നേഴ്സസ് രാവിലെ ബ്ലഡ് എടുക്കാൻ വരുമ്പോൾ അവർ മുഖം ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഫുൾ കവറിങ്ങിലാണ് വരുന്നത്. PP കിറ്റൊക്കെ ഇട്ട് ഫുൾ കവറിങ് വന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം, വലിയ പ്രയാസമാണ്. അപ്പോൾ കോവിഡ് വന്ന് മരിച്ചുപോയ ആൾക്കാർ കോവിഡ് വന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ അറ്റാക്ക് വന്ന് മരിച്ചു വരാം. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ ടെൻഷൻ ഒത്തിരി വർദ്ധിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രാജേശാലപ്പാറ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ 10 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. ഞാൻ സഹിക്കാൻ പറ്റിയില്ല. ഞാൻ വിഷമിച്ചു. ഞാനിന്ന് പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക. സ്തോത്രം. അപ്പം ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം പൗലോസ് പറഞ്ഞൊരു വാക്കാണ്.
ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടൽ. സ്തോത്രം. അതൊക്കെ പറയണമെങ്കിൽ എന്തോ തലത്തിലായിരിക്കണം അറിയും. എനിക്കറിയത്തില്ല ആ മനുഷ്യൻ്റെ റേലം. കാരണം ഇത് പറയുമ്പോൾ അയാൾ 2 കൊല്ലമായിട്ടൊരു മുറിക്കകത്താണ്. ഇപ്പം ഞാൻ 45 days 5 week അല്ലെങ്കിൽ 5 ആഴ്ച അത്രയേ ഉള്ളൂ. നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മളങ്ങ് ക്ഷീണിച്ചു പെൻസിൽ പോലായി. 2 വർഷം ഒരു കാരാഗൃഹത്തിൽ കിടന്നിട്ട് പറയാണ് നിങ്ങൾ സന്തോഷിപ്പാൻ. അതൊക്കെ എങ്ങനെ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ വലിയ കാര്യമാണ്. 2 വർഷം ഒരു കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ് ഫിലിപ്പിൻ ലേഖനം. അതുപോലെ തന്നെ സ്തോത്രം തിമോത്തിയോസ് ലേഖനമൊക്കെ അതിനകത്ത് അവിടെ കിടന്ന് എഴുതിയ ലേഖനമാണ്. അപ്പം കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് 2 വർഷം വീട്ടു തടങ്ങളിൽ കിടക്കുന്ന സമയത്തൊക്കെ എഴുതുന്ന ലേഖനമാണ് ഈ ലേഖനം. അവിടെ കിടന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പറ്റും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സന്തോഷത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അത് സന്തോഷിക്കണമെങ്കിൽ എന്തെങ്കിലും നിസാരമായ കാര്യം നമ്മുടെ അകത്ത് ചിന്തിച്ചാൽ നമുക്കൊണ്ട് സന്തോഷം വരത്തുമില്ല. സ്തോത്രം. സന്തോഷം വരാനുള്ള ഒറ്റ കാര്യമാണ് ബൈബിളിനകത്തുള്ളത്. അതിൽ നാം സന്തോഷിച്ചാലാണ് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ പൈതൽ സന്തോഷിക്കാൻ പറ്റുന്നത്. ചേർന്ന് കരം ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ഈ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഈ ഭൂമിയൊന്നുമല്ല. ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി നമ്മുടെ സ്വന്തമൊന്നും അല്ല അല്ലേ? ഭൂമി നമ്മുടെ സ്വന്തമൊന്നുമല്ല. മാക്സിമം 70 വർഷം അല്ലെ 80 വർഷം. 80നെ കുറിച്ച് ബൈബിൾ പറയുന്നത് 80ന്റെ പ്രതാപം, അങ്ങനെ 70 70 ഏറെ ആയാൽ 80 എന്ന ആ 80ന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും എന്നാ ബൈബിൾ പറയുന്ന. ആ 80ലോട്ട് വന്നാൽ അതിൻ്റെ പ്രതാപം, അതിൻ്റെ സുഖം എന്ന് പറയുന്നത്, പ്രതാപം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പ്രയാസവും ദുഃഖവും അത്രയെന്ന് പറഞ്ഞാൽ ആ 70 ആണെങ്കിൽ സേഫായിട്ട് നമുക്ക് പോകാം. അത്യാവശ്യം പ്രാകാതെ പിള്ളേരെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോകാം. പക്ഷെ 80ലോട്ട് പോയാൽ ചിലപ്പോൾ പ്രാകും പിള്ളേരെ. കാരണം വെള്ളം കിട്ടിയാൽ കിട്ടി, കുടിക്കാൻ വെള്ളം കിടച്ചാൽ കിടച്ച്, വെള്ളം കിട്ടിയാൽ കിട്ടി, ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ കിട്ടി, ബെഡ്ഷീറ്റൊക്കെ പിള്ളേർ അലക്കി തന്നാൽ അലക്കി തന്നു. പട്ടിയെ കുളിപ്പിക്കുന്ന മരുമകൾ ചിലപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് പോലും കഴുകി തരത്തില്ല. പട്ടിയെ ദിവസം കുളിപ്പിക്കും, കാരണം സ്മെല്ലടിക്കും. അപ്പോൾ ചിലപ്പോൾ അത് ചെയ്യുന്ന മരുമകൾ ചിലപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊന്നും കഴുകി തരാൻ സാധ്യത കുറവാണ്. ഓക്കെ. അപ്പോൾ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു വിഷമം പോലെ. അപ്പോൾ 90. എന്നിട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നില്ലെങ്കിൽ പിന്നെ 100 ഇരുന്നോട്ടെ. നിങ്ങൾ അനുഭവിക്കുന്നത് ഞാനല്ലല്ലോ, അതുകൊണ്ട് പിന്നെ 100 110 ഒക്കെ ഇരുന്നോട്ടെ. ഇപ്പം എന്തായാലും ഇങ്ങോട്ട് നോക്കി, ലിസൺ, എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും? പോത്തില്ലയോ? അത് പരമാർത്ഥമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. നമ്മൾ വെച്ച വീടെല്ലാം മക്കൾ പോലും പൊളിച്ച് കളയും. സത്യമായിട്ട് ഞാൻ പറയാം, വിഷമം തോന്നരുത്. ലക്ഷങ്ങൾ മുടക്കി വെക്കുന്ന വീടുണ്ടല്ലോ, അതൊക്കെ മക്കൾ പൊളിക്കും. കാരണം ഒരു വീടിന് മാക്സിമം 40 വർഷമാണ് ഡ്യൂറേഷൻ. ഇപ്പോഴത്തെ വീടിന് അത്രയും കാലം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പണ്ടത്തെ വീടിന് ഒരു 40 വർഷമൊക്കെ കിട്ടും. കാരണം മണലായിരുന്നു, മണലും കാട്ട. ഇപ്പം അങ്ങനെയല്ല, പാറപ്പൊടി ആയതുകൊണ്ട് വിണ്ട് കീറും. ഒരു 40 വർഷം കഴിയുമ്പോൾ അത് പൊളിയും. അപ്പം നമ്മുടെ മക്കൾ വേറെ വീട് പണിയും. നമ്മളൊരു പണിത് നമുക്ക് 40 വയസ്സായപ്പോൾ നമ്മളൊരു വീട് പണിതു. നമ്മൾ 80 വയസ്സിലാണ് മരിക്കുന്നത്. ഇപ്പം നമ്മൾ 80 വയസ്സിൽ മരിക്കുമ്പോൾ മോന് 40 വയസ്സാവും. അപ്പോഴത്തേക്ക് ആ വീട് പഴഞ്ചനാവും. അവൻ കാശുകാരനായ മക്കളൊക്കെ കാശാകുമ്പോൾ ആ വീട് പൊളിക്കും. പൊളിച്ചിട്ട് അവനൊരു പുതിയ വീട് പണിയുമ്പോൾ അവൻ്റെ ഫോട്ടോ, അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ കൊണ്ടുവെക്കും. പക്ഷേ എന്ത് ചെയ്യാം, അവൻ പണിയുമ്പോൾ അവർ 40 വയസ്സായി. അവൻ 80 വയസ്സാകുമ്പോൾ അവൻ്റെ വീട് 40 വർഷം പഴക്കമാവും. അപ്പം അവൻ്റെ മോൻ വീട് പണിയുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ വെക്കും. അത് നമ്മുടെ മോൻ്റെ ഫോട്ടോ വെക്കും. നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യും? മാറ്റും. ചുരുക്കം പറഞ്ഞാൽ അടുത്ത 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ പോലും ഈ ഭൂമിയിൽ ഇല്ല. ഇപ്പം നമ്മളില്ലാത്തൊരു കാട്ടാക്കട ഓർത്ത് നോക്കിയ പുന്നാവൂർ, നമ്മളില്ലാത്തൊരു പുന്നാവൂർ. നമ്മളിങ്ങനെ നടക്കുക, ഞാനാണ് തീപ്പൊരി, ഞാനാണ് അത്, ഞാൻ ഒന്നും അല്ല, നമ്മളില്ലാത്തൊരു കാട്ടാക്കട. ഇവിടെ പ്രസംഗിക്കാൻ ഏനപ്പാറയില്ല, ഇവിടെ കൺവെൻഷൻ നടത്താൻ സുനിൽ പാസ്റ്റർ ഇല്ല. അന്ന് ആൾക്കാർ ഓർമ്മയിലുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല ഓർമ്മയിൽ കാണും, ഈ പറഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ പറയും പണ്ട് കാട്ടാക്കട 21 ദിവസത്തെ കൺവെൻഷൻ സുനിൽ പാസ്റ്റർ ഏജ് ചർച്ചിന്റെ കീഴിൽ വെച്ചെന്നൊക്കെ. പക്ഷേ അതൊക്കെ വളരെ റയറാണ്, സംഭവത്തിൽ വളരെ സാധ്യത കുറവാണ്. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളിവിടെ ഇല്ല. ഇങ്ങനെ നമ്മൾ വെച്ച 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, ബോർഡിലാർ കിച്ചൻ, ഇതൊന്നും ഇവിടെ ഇല്ല. വെറുതെ പൈസ മണ്ണിൽ എറിഞ്ഞോണ്ടിരിക്കുക, രക്തത്താലിച്ചയും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഫോട്ടോ പോലും കാണത്തില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 100 കൊല്ലം മുമ്പത്തെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ? 100 കൊല്ലം മുമ്പത്തെ അമ്മ ഇല്ല, ഓർമ്മയിൽ പോലും ഇല്ല. വെല്ലിപ്പൻ്റെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല. വെല്ലിപ്പൻ്റെ അവരിവിടെ ഉണ്ടായിരുന്നു, അവർക്കിവിടെ ഭൂമി സ്ഥലം ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലമാണ് നമ്മളിപ്പോഴും വെച്ചേക്കുന്നത്. അവരിവിടെ വലിയ ജന്മികളായിട്ട് നടന്നവരാ, പക്ഷെ അവരിപ്പോൾ അവരുടെ ഓർമ്മ പോലും ഭൂമിയിലില്ല. അപ്പം ഇങ്ങോട്ട് നോക്കി, ലിസൺ പ്രിയരെ, നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ഇവിടുന്ന് നമ്മളെല്ലാം പോവും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് എങ്ങോട്ട് പോവും?
സ്തോത്രം. അത് വലിയൊരു കാര്യമേ എങ്ങോട്ട് പോകുന്നുള്ളത്. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പോകുമോ ഇല്ലോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സാധാരണ ഈ അടക്ക സമയത്തൊക്കെ നമ്മളിങ്ങനെ ബ്രോഷർ എഴുതും, ഒരു ബ്രോഷർ ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് അവിടെ എഴുതിയേക്കും ബെയ്യൂലാദേശം. കണ്ടിട്ടില്ലയോ ബെയ്യൂലാദേശം, നിത്യത. ഇപ്പൊ ഈ ചെന്ന പുള്ളിക്ക് അറിയത്തുള്ളൂ എവിടാന്നുള്ളത്. നമ്മളിങ്ങനെ അങ്ങ് പറയുക നിത്യതയിൽ കാണാം, അച്ഛാ നിത്യതയിൽ നമ്മളങ്ങ് പറയുക നമ്മുടെ സമാധാനത്തിന്. ചെന്ന പുള്ളി എവിടാന്ന് ചെന്ന പുള്ളിക്ക് മാത്രമേ അവർക്ക് മാത്രം അറിയത്തുള്ളൂ. പുള്ളി ചിന്തിക്കുമായിരിക്കും, ചിരിക്കുമായിരിക്കും. പുള്ളി ഓർക്കുക നമ്മളെല്ലാം സ്വർഗത്തിൽ പോയതൊക്കെ പറഞ്ഞ് താഴെ വലിയ അരിശോ എന്നൊക്കെ പറയുക. നമ്മൾ വന്ന സ്ഥലം നമുക്കല്ലേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ചിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ പരമാർത്ഥമായിട്ട് പറഞ്ഞ പുള്ളിക്ക് അറിയത്തുള്ളൂ. നമ്മളിങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുക. സ്തോത്രം. എന്തായാലും എവിടാന്ന് പറഞ്ഞാലും ഇവിടുന്ന് നമ്മൾ വിട്ടുപോകും, അതിൽ സംശയമൊന്നുമില്ല. ഒരു ദിവസം ഇതുപോലത്തെ ഒരു ടെന്റ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരും. ഇത്രയും വലിപ്പമൊന്നും കാണത്തില്ല, ഒരു ടെന്റ്. പിന്നെ ഇതുപോലത്തെ ഇതൊന്നും കളർ തുണിയില്ല, പിന്നെ കറുപ്പ് തുണി, വൈറ്റ് അടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ കറുപ്പടിച്ചിട്ട് ഒരു തുണി. ഇതുപോലെ 2 ബോക്സ് ഒക്കെ കാണും. ലൈവുകാരവിടെ കാണും. പിന്നെ പാസ്റ്റർമാർ ഇത്രയും പേര് കാണും. സ്റ്റേജിൽ ഇത്രയും പേര് കാണത്തില്ലെങ്കിലും ഒരു പക്ഷേ വന്ന് പറഞ്ഞിട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ എന്ത് ചെയ്യും? അനുശോചനം പറയും. അവരെല്ലാം പറയും. നമ്മളെ ഒരു പരിചയമില്ലാത്തവരും പറയും അമ്മ ഭക്തയായ സ്ത്രീ. ചുമ്മാ പറയുക. കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി, മക്കൾക്ക് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ദിവസം കുറച്ച് പേര് വന്ന് നമ്മളെ പൊക്കി എടുത്തുകൊണ്ട് ചെന്ന് ഒരു വണ്ടിക്കകത്ത് ഇട്ട് നേരെ സെമിത്തേരി കൊണ്ട് ഇപ്പം സെല്ലാണല്ലോ, അവിടെ കഴിയുമ്പോൾ പാസ്റ്റർ വരും, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രവീപ്പൻ എഴുന്നേറ്റ് വരുമ്പോൾ പൂഴിയാകും നിന്നെ പൂഴി കേൾപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ കട്ടയ്ക്കകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേനും നല്ല ചൂട് ചായ, പപ്സും പഴവും, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അത് കഴിച്ച് ഞങ്ങൾ പോകും. ദാനിയേൽ മാത്രം ആ കട്ടയ്ക്കകത്ത് കാണും. അപ്പോൾ പണിക്കാർ വന്നിട്ട് അവർ ഈ സെല്ല് അടയ്ക്കുന്ന സ്ലാബ് എടുത്ത് വെച്ച് മേളിലൊക്കെ അടച്ച് അവരങ്ങനെ സേഫായിട്ട് അവരും കാശ് മേടിച്ചുകൊണ്ട് പോകും. ഒരു 6 മാസം ദാനിയേൽ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ദാനിയേൽ വരും. സെല്ലല്ലയോ, ഒത്തിരി ഇല്ല, 5-6 സെല്ലേ ഉള്ളൂ. അപ്പം മരണത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് ഇവരെ കുത്തി അപ്പുറത്തെ കുഴിക്കകത്തിട്ടേച്ച് പുതിയ ദാനിയേലിനെ കൊണ്ടുവെക്കും. അങ്ങനെ മരിച്ചാൽ പിന്നെ എല്ലാവർക്കും ഒറ്റ പേരാണ് ദാനിയേൽ. ആ പുള്ളി ഒരു 6 മാസം ഇരിക്കും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സെല്ല് പോയി കണ്ടു കേട്ടോ. അയ്യോ, ഒരു അടക്കത്തിന് പോയപ്പോഴാണ് കണ്ടേ. എന്നാ സമാധാനമാണെന്നറിയോ? തൊട്ടടുത്ത കട്ടയ്ക്കകത്ത് ഒരാളുണ്ട്, അതിൻ്റെ അപ്പുറത്തെ കട്ടയ്ക്കകത്ത് വേറൊരാളുണ്ട്. നമുക്ക് കാണാം, പെട്ടിയൊക്കെ അടച്ച് നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. വഴക്കില്ല, അടിയില്ല, എല്ലാവരും ശാന്തര. മനസ്സിലാകുന്നുണ്ടോ? ചർച്ചിൽ വന്ന ഒരുമിച്ചിരിക്കാത്ത ആൾക്കാരൊക്കെ വളരെ കൂളാക്കാൻ ക്വൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഇനി കുറെ കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരുമ്പോൾ ഇതെല്ലാം കുത്തി പുറകോട്ടിടും. പുറകെ വലിയൊരു കുഴിയാണ്. അപ്പോൾ ആ കുഴിക്ക് അപ്പുറത്തെ സെല്ലുണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ സെല്ലുണ്ട്. അപ്പോൾ അവിടെ നിന്നും കുത്തി ഇങ്ങോട്ടിടും, അവിടെ നിന്നും കുത്തി ഇങ്ങോട്ടിടും, ഇവിടുന്ന് കുത്തി അങ്ങോട്ടിടും. അവ എല്ലാം കൂടെ താഴെ. അങ്ങനെ അവിടെ കൊണ്ട് നമ്മുടെ പരിപാടി എന്ത് ചെയ്തു? തീർന്നു. സ്തോത്രം. അത്രയേ ഉള്ളൂ. അതിനിടയ്ക്കായി വഴക്ക്, പിണക്കം, കരച്ചിൽ, കുറ്റം പറച്ചിൽ, ഒടക്ക്. മനസ്സിലാകുന്നുണ്ടോ? എത്ര ചെറിയ സമയമാണ് നമുക്കുള്ളത്. ഈ ചെറിയ സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി കാര്യം കൊടുത്തൊന്ന് ചിരിച്ചേ. ഇനി എപ്പോഴാണ് ആര് കണ്ടു? ഇല്ല, എല്ലാവരും ചിരിച്ചല്ലോ. ചിലപ്പോൾ ആ ഒരു ചിരിക്കകത്ത് തന്നെ അവരുടെ ഭാരമൊക്കെ മാറുമായിരിക്കും. സ്തോത്രം. കണ്ടോ എത്ര സന്തോഷമാണെന്ന് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ പരമാർത്ഥാണ്. ഈ കൊച്ചു കാര്യത്തിൽ, ഈ കൊച്ചു കാലം ലോകത്തിൽ സന്തോഷമായി പാർക്കാനാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വേഗത്തിൽ ഈ ചിന്തയിലേക്ക് ഓടി വരിക. പൗലോസ്ലീഹ പറഞ്ഞ ഒരു മനോഹരമായ വാക്യമാണ്. അദ്ദേഹം പറയാണ്, ആശ, അതിൽ സന്തോഷിക്കണം. എന്താണ് ആശ? ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹം. സ്തോത്രം. ഞാൻ ഈ റോമാലേഖനം 12-ാം അധ്യായവും 13-ാം അധ്യായവും 2 അധ്യായം പ്രസംഗിക്കൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് ശാന്തമായിട്ട് പറയാം. ഏതാണ്ട് 33 കൂട്ടം കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു ഉപവാസ പ്രാർത്ഥന കൂടെ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി കഴിഞ്ഞിട്ട് ഏതാണ്ട് 11-ാം അധ്യായം വരെ കൂലങ്കക്ഷമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഇങ്ങോട്ട് നോക്കിയേ, വിശ്വാസം എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം. വിശ്വാസം എങ്ങനെ പറയുന്നത്? അത് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു വികാരം അല്ലേ? വിശ്വാസത്തിന് ഡെഫിനേഷൻ എന്തുവാ? നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ഫെയ്ത്ത്. എന്തുവാന് പറയും എനിക്കറിയത്തില്ല. ഒരു ഉറപ്പ് അല്ലേ? എന്തോ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒരു ഉറപ്പ്. ആ ഒരു ചെറിയ സംഭവം, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ആ അത്ഭുത പ്രതിഭാസം. വിശ്വസിക്കുക എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ് 11 വരെയുള്ള അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന് പാപക്ഷമയാണ്. വിശ്വാസത്താൽ പാപം ക്ഷമിക്കപ്പെടുന്നു. എന്ത് വലിയ കാര്യമല്ലേ? വിശ്വാസത്താൽ പാപം ക്ഷമിക്കപ്പെടുന്നു. എന്തോ വിശ്വാസത്താൽ? കാൽവറി ക്രൂശിൽ മരിച്ചത് യേശുവാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ വിശ്വാസത്താൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാപം എന്ത് ചെയ്യുന്നു? ക്ഷമിക്കപ്പെടുന്നു. ഇത് നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമോ? ഞാൻ ചെയ്ത പാപം, കൊന്നു, മോട്ടിച്ചു, വെട്ടി, കട്ടു, അതിരുമാന്തി,
സ്തോത്രം. ചേട്ടന് കൊടുക്കേണ്ടത് കൊടുത്തില്ല, അനിയന് കൊടുക്കേണ്ടത് കൊടുത്തില്ല, പെങ്ങക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല. എനിക്ക് പോലും എൻ്റെ പാപങ്ങൾ ഭയങ്കരമാണെന്ന് എനിക്കറിയാം, എൻ്റെ മനസ്സിൽ കിടക്കുക. ഇത്രയും വലിയ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നത് വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? യേശു മരിച്ചത് എൻ്റെ പാപത്തിനൂടെ വേണ്ടിയാണ് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപം ക്ഷമിക്കപ്പെടുക. ഇറ്റ്സ് എ മിറക്കിൾ. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം രോഗസൗഖ്യം എന്ന് പറയുന്നത് പല മാർഗങ്ങളുണ്ട് നമുക്ക്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ടാവും. രോഗസൗഖ്യം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, അത് ഏറ്റവും ചെറിയ സംഭവമായിട്ട് ഞാൻ കാണുന്നത്. കാരണം രോഗി നരകത്തിൽ പോകാം, പാപി നരകത്തിൽ പോകാം, ഇല്ലേ? സ്തോത്രം. രോഗി വേണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലാം, പക്ഷെ പാപി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പാപക്ഷമയാണ്. ആ പാപക്ഷമ കിട്ടുന്നത് ഏറ്റവും ലളിതമായ വഴിയിൽ കൂടെ. ഏത് വഴി? ഒന്ന് വിശ്വസിക്കുക, ഫെയ്ത്ത്. ആ വിശ്വാസം എന്ന് പറയുന്ന സംഭവത്തിന്റെ വലിപ്പം കണ്ടോ? ഞാൻ ഈ പ്രായം വരെ ചെയ്തു കൂട്ടിയ, ഞാൻ ഈ 80 വയസ്സ് വരെ വരുത്തി കൂട്ടിയ സകലമായ പാപങ്ങളും യേശുവിന്റെ കാൽവറി മരണത്തിൽ ലയിച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പാപത്തിന് മരിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുമ്പോൾ 80 കൊല്ലം വരെ ചെയ്തു കൂട്ടിയത് മുഴുവൻ ദൈവം ക്ഷമിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു അത്ഭുതമില്ല. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സിമ്പിളാണ്. അതാണ് നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. ബൈബിളിനകത്ത് നയമാൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. പരാക്രമശാലിയാണെങ്കിൽ കുഷ്ഠരോഗിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ വീട്ടിലെ ഒരു കൊച്ചു വേലക്കാരി ഉണ്ടായിരുന്നു. എന്നെ നോക്കുക, ഒരു കൊച്ചു വേലക്കാരി ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നൊരു കൊച്ചു പെണ്ണ. അപ്പോൾ ഇവള് വേലയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോഴായിരിക്കും യജമാനൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ മൊത്തം ബ്ലഡ്. അപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ ചോദിച്ചു, ആൻറ്റി, അങ്കിളിൻ്റെ ഷർട്ടേ മൊത്തം ബ്ലഡ് ആണല്ലോ. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു കൊടുത്തേടി, അച്ഛനിങ്ങനെ പരാക്രമശാലിയൊക്കെ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയാ. ആള് ഭയങ്കര വീരശൂരനാണെങ്കിലും കുഷ്ഠരോഗിയാ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, ആൻറ്റി, ഞാൻ വന്നത് ഇസ്രായേലിൽ നിന്ന്, ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, അവിടെ ചെന്ന് ഒരുപക്ഷെ അങ്കിള് ചെന്നാൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഈ അങ്കിളിന് എന്ത് വരും? സൗഖ്യം വരും. നോക്കണേ, അത് അവർ വിശ്വസിച്ചു. നയമാൻ എന്ന് പറയുന്ന പരാക്രമശാലിയുടെ ഭാര്യ കൊച്ചു പറഞ്ഞ കാര്യം വിശ്വസിച്ചു. ആണോടി? അങ്ങനെയാണോ? വലിയ ആളാ, പക്ഷെ കൊച്ചു പറഞ്ഞത് വിശ്വസിച്ച്. അത് എന്തുകൊണ്ടായിരിക്കും? ആ കൊച്ചിന്റെ ജീവിതം കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി, ഇവള് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വിശ്വസിക്കാം. നമ്മളൊക്കെ പറഞ്ഞ ഒരാൾ വിശ്വസിക്കണ വലിയ പാടാ, രക്തത്താലി ചെയ്യാം. നമ്മളൊക്കെ പറഞ്ഞ ആൾക്കാർ വളരെ താമസിച്ച് വിശ്വസിക്കത്തുള്ളൂ, കാരണം നമ്മളെ അത്ര വിശ്വാസമാണ്. പക്ഷെ ഈ കൊച്ച് അവിടെ ചെന്ന് പറഞ്ഞ ഉടനെ, ആണോടി അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. എന്നാൽ പിന്നെ നോക്കട്ടെ. പതുക്കെ ചെന്ന് ഈ കൊച്ചി, ഈ ആൻറ്റി എന്ന് അങ്കിളിനോട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാന് കാര്യം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആ കുഞ്ഞ് അവള് പറഞ്ഞു, അവിടെ രാജ്യത്തൊരു പാസ്റ്റർ ഉണ്ട് പോലും, അച്ഛൻ അങ്ങോട്ട് ചെന്നാൽ ആ പാസ്റ്റർ പ്രാർത്ഥിക്കും, സൗഖ്യമാകൂ പോലും എന്ന് പറഞ്ഞു. അതിനേക്കാൾ അത്ഭുതം, ഭാര്യ പറഞ്ഞ കാര്യം ഭർത്താവ് പുള്ളി വിശ്വസിച്ചു. വലിയ അത്ഭുതമാണ്. നമ്മളാണ് എന്തെല്ലാം പറയല്ലയോ, പൊടി. അവൾ പറഞ്ഞേക്കുന്നു, ഞാൻ ഇത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത രോഗമാ, പാസ്റ്റർ പ്രാർത്ഥിച്ച ഒന്നും പുള്ളി പറഞ്ഞില്ല. അല്ലെ, അങ്ങനെയാണോ? അത് ശരി. ഈ പരാക്രമശാലിയാണെങ്കിൽ ഭാര്യ ബഹുമാനമുള്ള ആളാ, രക്തത്താലി ചെയ്യാം. സ്തോത്രം. ചില പരാക്രമശാലികൾക്ക് ഭാര്യമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ സ്തോത്രം പറയണം, കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്തത്താലി ചെയ്യാം. എന്തായാലും ഇവിടെ ഈ പുള്ളിക്കാരൻ അതും വിശ്വസിച്ചു. നേരെ രാജാവിനടുക്ക് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഇന്നടത്തുനിന്ന് പോകണം, ഇസ്രായേലിൽ പോകണം. രാജാവ് പറഞ്ഞു, എന്നാ നീ ചെല്ല്, നിന്റെ രോഗം ഗൗരവമാണല്ലോ, പൊക്കോ. ഉടനെ കത്ത് കൊടുത്തു. ആരാം സൈന്യമൊക്കെയാന്ന് പറഞ്ഞാലും ആൾക്കാർക്കൊക്കെ നല്ല ഡിഗ്നിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട്, എനിക്ക് അത്ഭുതപ്പെടുത്തിയത്, പാസ്റ്ററെ കാണാൻ പോവാന്ന് പറഞ്ഞ് കൈവീശി പോയില്ല, രക്തത്താലി ചെയ്യാം. കൺവെൻഷന് പോവാന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ പോലും എടുക്കാതെ കൈവീശി വരും. നമ്മളെ പോലെ അല്ല, നമ്മൾ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല പലരും. രക്തത്താലിച്ച് എവിടെ പോവാ? കൺവെൻഷന്. ബൈബിൾ മോള് കൊണ്ടുവരും, അല്ലെ അപ്പം കൊണ്ടുവരും. ബൈബിൾ പോലും ഇല്ലാതെ കൺവെൻഷൻ വരുന്ന ആൾക്കാരാ നമ്മളെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പാസ്റ്ററെ കാണാൻ പോവാന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ പാസ്റ്റർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്ത് ചെയ്തു? എടുത്തു. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം. അത് വലിയ കാര്യമാണ്. ഈ ശത്രു രാജ്യത്തെ അരാം സൈന്യത്തിന്റെ രാജാവിന് അല്ലെങ്കിൽ സൈന്യാധിപന് അറിയാം, യോഗത്തിന് പോകുമ്പോൾ സ്തോത്ര കാഴ്ച കൊണ്ട് വേണം പോകാൻ. സ്തോത്രം. പാസ്റ്ററെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ പുള്ളി അവിടുന്ന് കത്തും മേടിച്ച് രാജാവിന് കൊടുക്കാനുള്ള സംഭവമൊക്കെ കൊണ്ട് നേരെ രാജാവ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ ഏലീശ ഇയാൾ വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നൊരു നയമാൻ എന്ന് പറയുന്ന ആള് വരുന്നുണ്ട്, അങ്ങേ കാണാനാ വരുന്നത്. അപ്പം എന്നോട്
നിങ്ങളുണ്ടല്ലോ അല്ലേ? ഉടനെ എലീശ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് പുള്ളി കാണണമെന്നൊന്നുമില്ല, പുള്ളി വരുന്ന രോഗത്തിൻ്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ യോർദാനുണ്ട്, അവിടെ ചെന്നൊരു 7 പ്രാവശ്യം മുങ്ങിയാൽ മതി, പുള്ളിക്ക് സൗഖ്യമാണ്. അത്രേ പറഞ്ഞുള്ളൂ. ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഓർത്ത് സൈന്യാധിപൻ വരുന്നത് കൊണ്ട് പാസ്റ്റർ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിച്ച് എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൈവീശി എന്തെങ്കിലും കാണിക്കുന്ന ചിന്തിച്ച്. പക്ഷെ എലീശ ആരാന്നറിയാമോ? പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ സൈന്യത്തിന്റെ അധിപനേക്കാളൊക്കെ എവിടെയോ മേളില ഒരു അഭിഷക്തന്റെ വാല്യൂ, രക്തത്താൽ ജയം തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവത്തിന്റെ സ്ഥാനാപതി, ഇന്ത്യൻ സ്ഥാനാപതിക്ക് എത്ര പ്രാധാന്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനാപതി എന്ന് പറയുന്ന ആൾക്കാർക്ക് എത്ര ഉന്നതമായ പൊസിഷനുകളുണ്ട്. മനസ്സിലാക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട് ചേർന്ന് ഒരുമിച്ച് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറ. പുള്ളിക്കാരൻ പറഞ്ഞ് കാണാനൊന്നും താല്പര്യമില്ല, പിന്നെ യോർദാനുണ്ട്, ചെന്ന് മുങ്ങിയാൽ മതി, കാര്യമൊക്കെ 7 പ്രാവശ്യം. പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, ഇതിനേക്കാൾ സുന്ദരമായ സ്ഥലം നദി നമ്മുടെ നാട്ടിലില്ലേ? അതാ ഞാൻ പറഞ്ഞു, സിമ്പിൾ സിറ്റി, സിമ്പിൾ വിശ്വാസം. സിമ്പിൾ ആയതാ പലർക്കും പ്രയാസം. മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വാസമല്ലാതെ പ്രവർത്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചെരുപ്പിടാതെ നടക്കുന്നവരുണ്ട്, ദീർഘദിവസങ്ങൾ നടക്കുന്നവരുണ്ട്. എന്നാൽ ഇത് അതൊന്നും വേണ്ട, സിമ്പിളായി പോയതാ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാൾ പറഞ്ഞു, അപാന പർപ്പരം 2 നദികളുള്ളപ്പോൾ ഞാൻ ഈ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോവാ, ഞാൻ തിരിച്ചു പോവാ. അപ്പൊ എന്തായാലും ആ മനുഷ്യന്റെ ഒരു ജോലിക്കാരൻ ദാസൻ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഈ ദാസന്മാരുടെ ക്വാളിറ്റി. അപ്പൊ ദാസൻ ചെയ്തൊക്കെ ഇയാളുടെ ദേഷ്യമൊക്കെ കുറഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞ മാനനെ, നമ്മളെ ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞാൽ ചെയ്യുമായിരുന്നു. പുള്ളി കോടികൾ ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. പുള്ളി സ്വർണം ചോദിച്ചാൽ കൊടുക്കുമായിരുന്നു. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ. പിന്നെ മുങ്ങുന്നതല്ലേ ഒരു 7 ടൈംസ് ഒന്ന് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയതാ പുള്ളിയെ അസ്വസ്ഥമാക്കിയത്. വിശ്വാസം കൊണ്ട് പാപം ക്ഷമിക്കപ്പെടുമോ? ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ പ്രോബ്ലം എന്തെങ്കിലും ചെയ്താലേ നടക്കുന്ന, ഇതിൻ്റെ അകത്തെ പ്രത്യേകത ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഫെയ്ത്ത് മാത്രമെന്നാണ്. മനസ്സിലായവർക്കായി കർത്താവിന് ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ഇതിനകത്തിരുന്നൊന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ പാപക്ഷമ ലഭ്യമാകുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാ. നീ ഈ പ്രായം വരെ ചെയ്തു കൂട്ടിയ നിന്റെ സകല അനർത്ഥങ്ങൾ പൊറുക്കാൻ ജസ്റ്റ് ഫെയ്ത്ത് മതി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ വിശ്വാസം മതി എന്ന് പറഞ്ഞാൽ അത് എത്ര ഉന്നതമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന കരമൊന്ന് വീശി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറ. അയാൾ പറഞ്ഞു, അബാനയും പർപ്പരയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ യോർദാനി മുങ്ങത്തിൽ. അപ്പൊ ആ ദാസൻ പറഞ്ഞു, എൻ്റെ പോന്നെ യജമാനെ, ഇതിനൊക്കെ വലിയ കാര്യം ചോദിച്ചാൽ അങ്ങ് ചെയ്യത്തില്ലായിരുന്നു, ഇത് പിന്നെ മുങ്ങിയ പോരായോ? അപ്പൊ അതും ആ പുള്ളി കേട്ടു. ദാസി പെങ്കൊച്ചിന്റെ വാക്ക് കേട്ടു, കൂടെ ജോലി ചെയ്യുന്ന ദാസന്റെ വാക്ക് കേട്ടു. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞ ഗതികെട്ടില്ലയോ? രോഗം കയറി മൂർച്ഛിച്ച പിന്നെ ആരുടെ വാക്ക് കേൾക്കും? മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ചേന്നമംഗലത്തിനടുത്ത് നോർത്ത് പറവൂറിനടുത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ ഗോസ്പൽ അറിയിക്കാൻ പോയി, സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ ഒരു വലിയ കൊട്ടാരത്തിൻ്റെ ഒരു വീട്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇപ്പം ഞങ്ങൾക്ക്, പാസ്റ്റർ എന്നല്ല ബ്രദറെ, ഞങ്ങൾക്ക് ഇപ്പം ഗോസ്പല് വേണ്ട, കാരണം ഒരു 3 തലമുറ വരെ കഴിക്കാനുള്ള സമ്പത്ത് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ട്. അത് കണ്ടാലും പറയാൻ പറ്റും, വമ്പൻ വീടാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വഴി കൂടെ ഞാൻ പോകുന്ന സമയത്ത് സ്തോത്ര ഒരാൾ എൻ്റെ ഷട്ടേ കയറി പിടിച്ചു. നോക്കിയപ്പോൾ പഴയൊരു പെട്ടെന്ന് മനസ്സിലായില്ല, എന്നാലും ഞാൻ ഊഹിച്ചെടുത്തു. അവർ പറഞ്ഞു, പാസ്റ്റർ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മ വരുന്നില്ല. പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ആ വലിയ വീടും ആ വീട്ടിലെ ആൻറ്റിയൊക്കെയാണ്. സംസാരിച്ചപ്പോൾ വീടും അന്തരീക്ഷം ഒന്നുമില്ല, ഇവരുടെ ഷേപ്പ് പോലും മാറിപ്പോയി. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? വീട്ടിൽ വന്നാൽ പറയാം. വീട്ടിൽ ചെന്നപ്പോൾ പഴയ വീടല്ല, ഒരു വാടക വീടാ. അച്ചാൻ അവിടെ ഉണ്ട്, കിടക്കുക, ഓക്സിജൻ കുറ്റി അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ, ഈ അച്ചാൻ ഇടയ്ക്ക് ഒരു ചെറിയ രോഗം വന്നു. ആ രോഗം മറ്റൊന്നുമല്ല, ഈ ഓക്സിജൻ നേരിട്ട് പിടിക്കുന്ന സിസ്റ്റം എന്ത് ചെയ്തു? ഔട്ട് ഓഫ് ഓർഡർ ആയിപ്പോയി. ഇതൊക്കെ നേരിട്ട് പിടിക്കുന്നുണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത്. ഇത് പറ്റത്തില്ലെങ്കിൽ ഓരോരുത്തരും ഓരോ കുറ്റിയും കൊണ്ട് വരണ്ടായോ? രക്തസാല ചെയ്യാം. അല്ല, കുറ്റിയും കൊണ്ട് വരത്തില്ലായോ? ഇതിപ്പോൾ നേരിട്ട് പിടിക്കാൻ പറ്റുന്നതുകൊണ്ടല്ലയോ നമുക്കിങ്ങനെ കുറ്റിയില്ലാതെ വരുന്നത്. അല്ല പിന്നെ കുറ്റിയും കൊണ്ട് വരണ്ടായോ? അങ്ങനെ കുറ്റിയും കൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം? എനിക്കറിയാം, ധാരാളം പേരുണ്ട്. സ്തോത്രം. അപ്പോൾ ഇത് നേരിട്ട് പിടിക്കുന്ന സിസ്റ്റം ഔട്ട് ഓഫ് ഓർഡർ ആയപ്പോൾ പിന്നെ കുറ്റിക്കകത്താക്കി. ഈ കുറ്റിക്കകത്ത് സൗജന്യമായി കിട്ടുന്ന സാധനം കുറ്റിക്കകത്താക്കി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ കുറ്റിക്കും കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓരോ കുറ്റിക്കും കാശ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 3 തലമുറ വരെ കഴിച്ചാൽ തീരത്തില്ലെന്ന് പറഞ്ഞത് 2 കൊല്ലം കൊണ്ട് തീർന്നു. മനസ്സിലാകുന്ന
ദൈവമക്കൾക്കായിട്ട് അതായത് മസിലി പിടിക്കാനൊന്നുമില്ല. ഗതി കെട്ടാ പിന്നെ പുറകിൽ നിന്ന് ഷട്ടേ വലിക്കുവോ അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് തോണ്ടിക്കൊണ്ട് പോവുകയോ ഇല്ല യാചിച്ചോണ്ട് പോവുകയോ ഒക്കെ ചെയ്യും. അതുവരെ പറഞ്ഞ് അനുസരിക്കത്തില്ല. ഗതികേടുണ്ടാകുന്നതിന് മുമ്പ് നീ രക്ഷപ്പെടാൻ ആ യോഗം വെക്കുന്നത് രക്തത്താലി ചെയ്യാം. നിന്നെ പൊക്കാൻ ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന് നിന്നെ പിടിക്കേണ്ട റൂട്ട് അറിയാം. നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരത്തില്ല. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പൊ അയാൾ പറഞ്ഞു അബാന പർപ്പരയൊക്കെ ഉണ്ട്. എങ്കിലും ദാസൻ പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ചെറുത് കാര്യമല്ല, നമുക്കൊന്ന് മുകിയേക്കാം. ഈ പുള്ളി ഒബേ ചെയ്തു. ഒബേ ചെയ്താലും അത്ര തൃപ്തിയിലല്ല. അവിടെ ചെന്ന് വെള്ളത്തിനകത്ത് ഇറങ്ങുമ്പോഴും പുറകിലോട്ട് നോക്കും ഇയാളുണ്ടോന്ന്. അപ്പൊ അയാൾ പറയും ഒന്ന് അവിടെ ചെന്ന് ഒന്ന് മുങ്ങിയപ്പോ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ എഴുന്നേറ്റ് പുള്ളിയെ നോക്കും. അപ്പം പുള്ളി കരയെന്ന് പറയും ഒന്നുകൂടെ. അപ്പൊ ഒന്നുകൂടെ മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. വീണ്ടും എഴുന്നേറ്റ് കലിപ്പിച്ചാ നോക്കുന്നേ. 6 പ്രാവശ്യം മുങ്ങിയപ്പോഴും ഒന്നും സംഭവിക്കാത്തപ്പോഴും ഇയാൾ ഇങ്ങനെ കരയിലോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആ സാധു മനുഷ്യൻ അവിടുന്ന് ഒന്നുകൂടെ അവന്റെ നിർബന്ധത്താൽ മുങ്ങി പൊങ്ങിയപ്പോ വർഷങ്ങൾ പഴക്കമുള്ള കുഷ്ഠൻ മാറിയിട്ട് അവന്റെ ദേഹം ഒരു ബാലകന്റെ ആയി പോയി. അതാ ഇത് സിമ്പിൾ ആണെങ്കിലും അത്ഭുതമാണ്. ഇത് ലളിതമായി തോന്നാമെങ്കിലും അടയാളങ്ങൾ ചെറുതാണെങ്കിലും അത്ഭുതങ്ങൾ വലുതാണ്. രക്തത്താൽ ജയം. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ആമേൻ. റോമാലേഖനത്തിന്റെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള വിഷയം വിശ്വാസത്താൽ പാപക്ഷമ ലഭ്യമാകുന്നത്. പിന്നെ അങ്ങോട്ട് പോയാൽ വിശ്വാസത്താൽ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്, വീണ്ടും ജനനം സാധ്യമാകുന്നത്, വിശ്വാസത്താൽ തേജസ്കരണം ഉണ്ടാകുന്നത്, വിശ്വാസത്താൽ ഇങ്ങോട്ട് നോക്കൂ നിത്യത ലഭ്യമാകുന്നത്. എങ്ങനെ നിത്യത ലഭ്യമാകാൻ കാശ് കൊടുക്കണ്ട അല്ലേ? കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം, ഇല്ലേ? എത്ര സുന്ദരമായ സ്ഥലമാണ്. വീതി, സ്വച്ഛ, സ്ഫടിക തുല്യം, തങ്കനിർമ്മിതമായ പട്ടണം. അത്രയും മനോഹരമായ ഒരു പട്ടണം ഉലകത്തിലെങ്ങും ഇല്ല. കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോകാത്ത വലിയ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പോയിടത്തൊന്നും അത്ര സുന്ദരമായത് കണ്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? എത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? ഞാൻ കോഴഞ്ചേരിക്കടുത്ത് എടയാറമുളയ്ക്കടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥലത്തിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഇറങ്ങുന്ന ജംഗ്ഷൻ്റെ പേര് നാൽക്കാലിക്കൽ, മൃഗത്തിൻ്റെ പേര് നാൽക്കാലിക്കൽ. അതിന് തൊട്ടിപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പേര് കോഴിപ്പാലം. സ്തോത്രം. അപ്പോൾ ഈ കോഴിപ്പാലം കഴിഞ്ഞ ഉടനെ നാൽക്കാലിക്കൽ ജംഗ്ഷൻ. നാൽക്കാലിക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് അതിൻ്റെ പേര് എരുമക്കാടെന്നാ. മൊത്തം മൃഗങ്ങളുടെ പേരാ. നാൽക്കാലി, കോഴി, എരുമക്കാട് ഒക്കെയാണെങ്കിലും അവിടെ സെന്റിന് 3 ലക്ഷം രൂപയാ വില. സ്തോത്രം. മൃഗങ്ങളുടെ പേരാണെങ്കിലും സ്ഥലത്തിന് 3 ലക്ഷം രൂപയാ. എന്നോട് നിങ്ങളുണ്ടോ? അതിന് പോലും അത്രയും വിലയാ. ആ പൈസ കൊണ്ട് ഞാൻ ചെങ്ങന്നൂര് പോയാൽ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. കാരണം അവിടെ ബസ് സ്റ്റേഷൻ 2 എണ്ണം, റെയിൽവേ സ്റ്റേഷൻ 1 എണ്ണം. ഫെസിലിറ്റി കൂടുമ്പോൾ എക്സ്പെൻസ് കൂടും. അവിടുത്തെ പൈസ കൊണ്ട് ഞാൻ നേരെ എറണാകുളത്തോട്ട് പോയാൽ നടക്കത്തേ ഇല്ല. കാരണം സീ പോർട്ടുണ്ട്, എയർപോർട്ടുണ്ട്, മെട്രോ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ 2 എണ്ണം ഉണ്ട്, ബസ് സ്റ്റേഷൻ 2 3 ഉണ്ട്, ലൂലു ഉണ്ട്, എന്തെല്ലാം സംവിധാനമാണ്. അപ്പൊ ഈ എന്തുവാ പറയുന്നത്, ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടെ എക്സ്പെൻസുകൾ വർദ്ധിക്കും. അതുകൊണ്ട് ബോംബെ പോയാൽ വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ചോദ്യം, ഇതുകൊണ്ടൊന്നും ഇവിടെ വാങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഏത് കാശുകാരന് വാങ്ങാൻ പറ്റും? വീതി, സ്വച്ഛ, സ്ഫടികതുല്യം, തങ്കനിർമ്മിതമായ പട്ടണം. ഇത് കാശ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന്, എന്നാൽ വിശ്വാസത്താൽ ലഭ്യമാകുമോ? അത്ഭുതമാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. കാണുന്നവർക്ക് തോന്നും പോട്ടന്മാരാണ്. അല്ല, വിശ്വാസം എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തിൽ കൂടെ ലഭ്യമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും ലോകത്തിൽ സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് ലൂലു അല്ല. ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ സ്ഥലം അമേരിക്കയല്ല. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ദൈവസന്നിധിയാണ്. ഇതാണ് ഏറ്റവും സുന്ദരമായതും ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം അഖിലാണ്ടത്തിന്റെ സ്വന്തക്കാരൻ 2-3 പേർ കൂടുന്നവരുടെ നടുവിൽ ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനോളം സുന്ദരമായ, അതിനോളം ശ്രേഷ്ഠമായ ഒരു സ്ഥലം എവിടാകും ഈ പ്രപഞ്ചത്തിലുള്ളത്? ഇന്ന് രാത്രി സന്തോഷിക്കുന്നവർ മാത്രം ആ 2 കരമൊന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത പരിപാടി. അങ്ങനെ വിശ്വാസം എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം മുഖാന്തരം ലഭ്യമാകുന്ന അനുഗ്രഹത്തെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് 11-ാം അധ്യായം വരെ. 12-13 അധ്യായങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന പ്രബോധനമാണ്. ഒരു ദൈവത്തിന്റെ പൈതൽ ജീവിക്കേണ്ട പ്രബോധനമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള പ്രബോധനമാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ അറിയാമോ? സഹോദരന്മാരെ ഇങ്ങോട്ട് നോക്കി, ലിസൺ ടു മീ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. 2 കാര്യം അയാൾ ഓർപ്പിക്കുന്നത്. ഒന്ന്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു.
ബോധിപ്പിക്കുന്നു. താഴോട്ട് 33 കൂട്ട കാര്യമുണ്ട്, എല്ലാം നമ്മൾ പറയത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രം. ഇനി 13-ന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ചെയ്യേണ്ടത്, മേളിൽ പറഞ്ഞിരിക്കുന്ന 33 കൂട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. അടുത്ത വാക്യം: നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം കേൾക്കൂ: രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം എന്താ? രാത്രി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അസ്തമയമാണ്. പകലെന്ന് പറഞ്ഞാൽ നീതി സൂര്യനായ യേശുവിന്റെ പ്രത്യക്ഷതയാണ്. മനസ്സിലാകുന്നുണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലോകവാസം തീരാറായി, ഈ ലോകവാസം അവസാനിക്കാറായി. യെസ്, ഇന്ന് രാത്രി ഒന്നെങ്കിൽ നമ്മുടെ അവസാനം അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനം ഇത് സംഭവിക്കും. ഇവിടെ തീരും. എന്നിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന സുന്ദരമായ രാജ്യത്തിലേക്ക് നമ്മളെ ചേർക്കാൻ അരുമമണവാളന് പ്രത്യക്ഷനാകുന്ന നാഴിക ആഗതമായെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അങ്ങനെ ഉള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്നൊരിക്കൽ കൂടി കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയണം. 2 കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഇത് ചെയ്യാൻ നിർദ്ദേശിച്ച് പറയുന്നത്. ഒന്ന്, യേശുവിന്റെ മടങ്ങി വരവ്. 2, ദൈവത്തിന്റെ മനസ്സലിവ്. എന്താ ദൈവത്തിന്റെ മനസ്സലിവ് അറിയണമെങ്കിൽ ഏദൻ തോട്ടം വരെ ഒന്ന് പോകണം. ഞാൻ എൻ്റെ വാക്യത്തിൽ മറന്നിട്ടില്ല, ഞാൻ അതിലോട്ട് വരിക. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിക്കുന്നു. എന്താ ഓർപ്പിക്കാനുള്ള മനസ്സലിവ്? ദൈവത്തിന്റെ 3 മനസ്സലിവുകൾ ഉണ്ട്. അത് വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ചിന്തയിലേക്ക് വരാം. ദൈവത്തിന്റെ മനസ്സലിവ് അറിയണമെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലം വരെ ഒന്ന് പോകണം. ഭൂമിയിൽ അത്രയും മനോഹരമായൊരു മറ്റൊരു സ്ഥലം അതുവരെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, നമുക്കറിയാം. ദൈവം എന്ന് പറയുന്ന കൈ കൊണ്ട് ഒരാളെ ഉണ്ടാക്കി, ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യന്റെ പേരെന്തായിരുന്നു? ആദം, അല്ലേ? അവന്റെ മൂക്കിൽ ജീവശ്വാസം മോദി ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ആദമിനെ പാർപ്പിക്കാൻ കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിനകത്ത് ആ ഏദനിൽ ആദാമിനെ ആക്കി. ആ തോട്ടം എത്ര സുന്ദരമായിരിക്കും അറിയാമോ? എന്നറിയാമോ സുന്ദരമായിരിക്കും എന്ന് പറയാൻ കാരണം? അത് നിർമ്മിച്ചത് ദൈവം തമ്പുരാനാ, അല്ലേ? സ്തോത്രം. ദൈവം തമ്പുരാൻ നിർമ്മിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി നല്ലതെന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു. ദൈവത്തിന് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാൻ കാരണം, സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത എന്ന വാക്കാണ് അതിനർത്ഥം. ശബത്ത് സമം സ്വസ്ഥത, പീസ് ഓഫ് മൈൻഡ്, സമാധാനം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് 7-ാം ദിവസം യേശു ദൈവം തമ്പുരാൻ സമാധാനമായിരുന്നു, സ്വസ്ഥനായിരുന്നു. അതിന് കാരണം നോക്കിയപ്പോൾ സൃഷ്ടിച്ചതെല്ലാം സുന്ദരമായിരിക്കുന്നു. ചെറിയ 2 ചിറകിനകത്ത് വലിയൊരു പറവ പറക്കുന്നു. ഈ അനന്തവികായസ് നോക്കിയപ്പോൾ താഴെ വീഴുന്നില്ല. അതിൻ്റെ കൊക്ക് മേളോട്ട് പോകുന്നു, അതിൻ്റെ ശരീരമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിറകിനകത്ത് നിൽക്കുന്നു. നോക്കിയപ്പോൾ താഴെ വീഴുന്നില്ല. കർത്താവിന് സമാധാനം വന്നു. ഇനി വലിയ കടലിനകത്ത് ചെറിയ മത്സ്യം, വലിയ മത്സ്യം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒന്നിനും ശ്വാസം മുട്ടലില്ല. ഉറങ്ങണമെങ്കിൽ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങും, നീന്തണമെങ്കിൽ വെള്ളത്തിൽ കിടന്ന് നീന്തും. ഒന്നും ചത്തുപോകുന്നില്ല. നോക്കിയപ്പോൾ എല്ലാം ഹാപ്പി. ശൂന്യതയിൽ കളിപ്പന്ത് പോലെ ഗ്രഹങ്ങളെ തൂക്കിയിട്ടേക്കുക. സൂര്യ അവിടെ, ചന്ദ്രൻ നീ ഇവിടെ. ഓരോ ഗ്രഹങ്ങൾ ശൂന്യതയിൽ കളിപ്പന്ത് പോലെ തൂക്കിയിട്ടേക്കുന്നു. നോക്കിയപ്പോൾ ഒന്നും താഴെ വീഴുന്നില്ല, കൃത്യമായിട്ട് കറങ്ങുന്നു. മനസ്സിലാകുന്നുണ്ടോ? 23.5 ഡിഗ്രി ചെരിച്ചാണ് ഭൂമിയെ വെച്ചേക്കുന്നത്. അതും സാങ്കല്പിക അച്ചുതണ്ടിൽ. മനസ്സിലാകുന്നുണ്ടോ? അച്ചുതണ്ടൊന്നുമില്ല, പിന്നെ ഉണ്ടെന്ന് ചിന്തിക്കുക, ചെരിച്ച് വെച്ചേക്കുക. അപ്പൊ നോക്കിയപ്പോൾ ചെരിച്ച് വെച്ച പോലെ ഇരിക്കുന്നുണ്ട്, താഴോട്ട് പോകുന്നില്ല. അപ്പൊ ഒരു ഹാപ്പിനെസ്. മനസ്സിലാകുന്നുണ്ടോ? 6 ദിവസം ഉണ്ടാക്കിയതെല്ലാം പ്രോപ്പറായി ചലിക്കുന്നെന്ന് കാണുമ്പോൾ, ഇപ്പോ നമ്മളൊരു വീട് വെച്ചു, ആ വീട് വെച്ചിന്റെ ഹൗസ് വാമിങ് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം വരില്ല. അന്ന് രാത്രി അതെങ്ങനെ നോക്കിയപ്പോൾ ഫ്ലഷിനകത്ത് വെള്ളം പോകുന്നുണ്ട്, വാട്ടർ ടാങ്കിൽ വെള്ളം വരുന്നുണ്ട്, മേലോട്ട് വെള്ളം കയറുന്നുണ്ട്, എല്ലാം കൃത്യം, അടുപ്പ് കത്തുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? പിന്നെ ബാങ്കിന്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാ ടെൻഷൻ, ലോണ്, ബാക്കിയൊക്കെ സ്മൂത്താ. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനം പോലെ. കൊച്ചിന്റെ കല്യാണം നടന്നു, കൊടുക്കേണ്ട പോലെ കൊടുത്തു, വീട് കണ്ടു, അവളെ കെട്ടിച്ച് വിട്ടുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അപ്പനും അമ്മയും കൂടെ ചേർന്നൊരു ഉറക്കമൊക്കെ ഉണ്ട്. കാരണം നടന്നല്ലോ, കാര്യം സ്വസ്ഥമായല്ലോ. ആ സമാധാനം പോലെ 6 ദിവസം എല്ലാം ഉണ്ടാക്കിയപ്പോൾ എല്ലാം സ്വസ്ഥമായി. തമ്പുരാൻ അങ്ങ് പീസ് ഓഫ് മൈൻഡിലായി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് 6-ാം ദിവസം മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിട്ട് ദൈവം തമ്പുരാൻ കിഴക്ക് ഉണ്ടാക്കി കൊടുത്ത തോട്ടത്തിന്റെ പേരാണ് ഏദൻ. ഏദന്റെ പ്രത്യേകത അത്രയ്ക്ക് സുന്ദരമായൊരു തോട്ടം. അതിനുശേഷം ഈ ഭൂമിയിൽ അതിനകത്ത് സമാധാനമായി പാർത്ത മനുഷ്യനാണ് ആദം. അവിടെ താമസിക്കാൻ അയാൾ 2 കാര്യം പറഞ്ഞു.
നീ തോട്ടം കാക്കണം, 2 വേല ചെയ്യണം. രണ്ട് കാര്യം. ഒന്ന് മൊത്തം കാക്കണം, ഫുൾ കാത്തോണം. പിന്നെ 2 വേല ചെയ്യണം. നല്ലപോലെ വേലയും ചെയ്തു, തോട്ടവും കാത്തു. എന്നും കർത്താവ് വന്നിട്ട് പോകുമ്പോൾ ഒരു സംശയം, ഇവൻ ഒറ്റയ്ക്കാണല്ലോ, ഇത്രയും വലിയ തോട്ടത്തിൽ ഒറ്റയ്ക്കാണല്ലോ. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ നിനക്കൊരു തക്കതായ തുണയെ ഉണ്ടാക്കി തരാം. ഇത് അയാൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, കർത്താവെ കുറേ കൊല്ലം കൂടി ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക, എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്ന അയാൾ പ്രാർത്ഥിച്ചിട്ടല്ല. ദൈവത്തിന് മനസ്സിലായി, ഒറ്റയ്ക്ക് പോരാ. ഒരു ഗാഠനിദ്ര വരുത്തിയിട്ട് അവൻ്റെ വാരിയിൽ ഒരെണ്ണം എടുത്തൊരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. ഏതോ ഒരു അച്ഛൻ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗാഠനിദ്രയായിരുന്നു ആണുങ്ങളുടെ അവസാനത്തെ ഉറക്കം. അതിൽ പിന്നെ അത്രയും നല്ല ഉറക്കം ഒരാണിനും കിട്ടിയിട്ടില്ല. കാരണം അതോടുകൂടി പെണ്ണ് വരുമായിരുന്നു. രക്തതാലിജയം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. എന്തായാലും നല്ല ഉറക്കം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു. നരനിൽ എടുത്തിരിക്കുന്നുണ്ട്, നാരി എന്ന് പേരാകും. 2 പേരും അവിടെ സുഖമായിട്ട് താമസിച്ചു. പക്ഷേ ഒരു ദിവസം ഈ പെണ്ണ് ഒരു പാപത്തിലേക്ക് പോകാൻ തുടങ്ങി. ആ പാപത്തിന്റെ കാരണം നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ഹവ്വ ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷവും കണ്ടു, അതിന്റെ ഫലവും കണ്ടു. ഞാൻ ഹവ്വയെ ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, തിന്നതിലല്ല, കണ്ടല്ലോ. കാരണം ഏദൻ തോട്ടം 10 സെന്റ് സ്ഥലമല്ല. ഏദൻ തോട്ടത്തിന്റെ വിസ്തൃതി എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നായാലും 10 സെന്റ് സ്ഥലമല്ല. ഇതിന്റെ സെന്റർ അങ്ങനെ പിടിക്കും, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന. അപ്പോൾ എല്ലാത്തിൻ്റെ നടുക്ക് സെന്റർ എങ്ങനെ പിടിക്കാൻ പറ്റും? ഈ സെന്റർ എത്ര നാളെടുത്ത് കാണുമല്ലേ? ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പോലെ മെഷർമെന്റ് ഒന്നുമില്ല, ടേപ്പൊന്നും കയ്യിലില്ല. അളന്ന് നോക്കിയിട്ട് ഇവിടെ തൊട്ട് അവിടെ സെന്റർ അങ്ങനെ പിടിക്കാൻ അളവൊന്നുമില്ല. എന്നാൽ ആ സെന്റർ പുള്ളിക്കാരി പിടിച്ചല്ലോ. എത്ര നാളത്തെ കഠിനാധ്വാനമാ. ഈ കഠിനാധ്വാനം നടക്കുമ്പോൾ ആദാം എന്ത് ചെയ്യും? വേലക്കാരനായിരുന്നു, പക്ഷേ കാവലില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആദാമിന്റെ കാവൽ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ എവിടെ പോയെന്നൊക്കെ ആദാം അറിഞ്ഞേനെ. ആദാം അറിഞ്ഞില്ല. വേല അല്ല വേല. ഭാര്യ ഇങ്ങനെ സെന്റർ പിടിക്കുക. അപ്പൊ സെന്റർ പിടിച്ചു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കണ്ടു, അതിന്റെ ഫലം ഒന്ന് പറിച്ചു മിടിക്കുക. ഇതിനിടയ്ക്ക് അത്രയും കണ്ടുപിടിച്ചില്ലയോ? ഫലം തിന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവിനും കൊണ്ട് കൊടുത്തു, ഭർത്താവും തിന്നു. ഒറ്റ വാക്കിൽ അവരുടെ കണ്ണ് തുറന്നു, പാപം ചെയ്തു എന്നവർ എന്ത് ചെയ്തു? മനസ്സിലായി. അന്ന് രാത്രി തമ്പുരാൻ വന്നു. വെയിലാറിയപ്പോൾ ദൈവം നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ അവർ ഒളിച്ചിരുന്നെന്നാണ്. അപ്പൊ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദാമേ നീ എവിടെ? അദ്ദേഹം പറഞ്ഞു, നീ നടക്കുന്ന തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാക്കിയാൽ ഒളിച്ചിരിക്കുമായിരുന്നു. അടുത്ത ചോദ്യം, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ? അടുത്ത ചോദ്യം, നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? അടുത്ത ചോദ്യം, തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നോ? അർത്ഥാൽ നഗ്നനാണെങ്കിൽ ഇതേ റൂട്ടുള്ളൂ, വേറെ റൂട്ടില്ല. തിന്ന് കാണും ഇല്ലേ? കടഭാരമല്ലയോ? ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ദൈവം കൃത്യ റൂട്ട് പറയും. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. നിന്റെ വിഷയം ആ ഡോക്ടർമാരുടെ ചെല്ലുമ്പോൾ വയറുവേദനയാ. അവർ ചോദിക്കും, പോയിട്ട് ബാത്റൂമിൽ എത്ര നാളായി, യൂറിൻ പോയിട്ട് എത്ര നാൾ. അവർക്ക് റീസൺ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിഷയം പറയുമ്പോൾ അതിന്റെ പിമ്പിലെ കാര്യം അറിയാം. തമ്പുരാൻ പറഞ്ഞു, നീ ആ വൃക്ഷഫലം തിന്നോ? ഉടനെ പറയാണ്, ഞാൻ തിന്നു, പക്ഷെ അതിന്റെ കാരണം ഞാനല്ല, നീയാ കാരണം. സമാധാനമായി കിടന്ന് എനിക്ക് നീയല്ലയോ ഒരു തുണയെ ഉണ്ടാക്കി തന്നത്? അവള് തന്നു, ഞാൻ. ദൈവത്തിന്റെ മനസ്സിൽ അവിടെ വെച്ചുണ്ടാകുന്നുണ്ട്. ഒന്ന്, അമ്മ ഞാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഒരു വസ്ത്രം തരാം, അത് ഉടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോ, പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറ്റും. ഇപ്പൊ ഇറങ്ങിക്കോ, പിന്നെ കയറ്റും. അതാരാ? ആര് മുഖാന്തരം? സ്ത്രീയുടെ സന്തതി. അതാരാണ്? യേശു. അത് എപ്പോൾ പറഞ്ഞ കാര്യമാ? ഏതിനി വെച്ച്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ, ഇവർ പാപം ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അപ്പം യേശുവിനെ കൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ? തമ്പുരാൻ പറഞ്ഞ, അല്ല, യേശുവിനെ ഞാൻ ഒരുക്കിയത് ഇന്നല്ല. കൊരിന്ത്യർ ലേഖനം 2:7 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, അങ്ങനെ വാക്യം. ദൈവത്തിന്റെ മനസ്സലിവിന്റെ ഡെപ്ത് അറിയണമെങ്കിൽ ആ വാക്യം വായിക്കണം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിർത്തിയ ആളാണ് യേശു. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തപ്പോഴല്ല, പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടാക്കിയപ്പോ. അല്ലല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, 2 ലോകമുണ്ട്. ആ ലോകം, വേർഡ്സ് എന്ന വാക്യം, WORLDS എന്ന വേർഡ്സ്, ലോകങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ തേജസ്സിനായി ദൈവം തമ്പുരാൻ മുൻനിർത്തിയ ഒരു അത്ഭുത പ്രതിഭാസമാണ് ക്രിസ്തു. അതാണ് ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ, നീ പാപം ചെയ്തിട്ടല്ല, നീ പാപം ചെയ്യുന്നതിന് മുമ്പേ നിന്നെ വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത എന്റെ ദൈവത്തിന്റെ സ്നേഹം എത്ര ഉന്നതമാണെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി അത് ഓർത്ത് സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന കരമൊന്ന് വീശി ഹല്ലേലൂയ പറയണം. ആ ഹല്ലേലൂയക്ക് ആക്കം കുറഞ്ഞു വന്നൊരു ചിന്ത. സ്തോത്രം, നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ.
അതാണ് കർത്താവിൻ്റെ ഒരു മനസ്സലിവ്. എന്തോ മനസ്സലിവ്? പാപം ചെയ്തതിന് ശേഷം സൊല്യൂഷൻ അല്ല, പിന്നെ പാപം ചെയ്യുന്നതിന് മുമ്പേ, ഏദനിൽ പാപം ചെയ്യുമെന്നറിയാം, അറിയുന്നതിന് മുമ്പേ അവൻ പാപം ചെയ്താൽ ഇങ്ങനെ വേണം. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുൻനിർത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ. അതാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. അത് വീടിന്റെ കാര്യമല്ല, ആ വാക്യം കാറിന്റെ കാര്യമല്ല. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ വീട് കിട്ടിയപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വീടും മണ്ണാങ്കട്ടയും കാറുമൊന്നുമല്ല, പിന്നെ തമ്പുരാനെ ഒരുക്കിയെന്നാണ്. ഇന്ന് രാത്രി കാട്ടാക്കട നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഈ രാത്രി പുന്നാവൂർ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, നമ്മുടെ മാതാപിതാക്കൾ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ പാപത്തിൽ വീണാൽ എന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവം രക്ഷയെ ഒരുക്കി വെച്ച ദൈവസ്നേഹത്തിന്റെ ആഴമോർത്താൽ ഇന്ന് രാത്രി എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? വചനമറിയാവുന്നവർക്ക് ഇന്ന് രാത്രി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. വചനമറിയാവുന്നവർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും. ഇതിന്റെ ഡെപ്ത് അറിയാവുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അവിടാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ മനസ്സലിവ്. രണ്ടാമത്തെ മനസ്സലിവ് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. രണ്ടാള് ഔട്ട്. ഞാൻ ചോദിച്ചു, ഈ ഔട്ട് എന്ന് പറഞ്ഞ് ഇറക്കിയതാണോ മനസ്സലിവ്? തമ്പുരാൻ പറഞ്ഞു, എന്റെ മനസ്സലിവ് കൊണ്ടാണ് ഇറക്കി വിടുന്നത്. അവർ ഏതൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുന്ന മനസ്സലിവ് കൊണ്ടാണോ? ഞാൻ പറഞ്ഞു, അതെന്തോ മനസ്സലിവാ മോനെ? നന്മതിന്മകളുടെ വൃക്ഷഫലം അവരിപ്പോൾ കഴിച്ച് പാപികളായിട്ട് നിൽക്കുക. ഇനി ഇതിനകത്ത് ഒരു വൃക്ഷം കൂടെ ഉള്ളൂ. അതിന്റെ ഫലം കൂടെ കഴിച്ചാൽ ജീവവൃക്ഷത്തിന്റെ ഫലമാ. അത് കഴിച്ചാൽ പിന്നെ ഇവർക്ക് മരണമില്ല. ജീവിച്ചാൽ എങ്ങനെ ജീവിക്കും? പാപികളായി ജീവിക്കും. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അത് കഴിച്ചാൽ പിന്നെ മരണമില്ല. അപ്പൊ പാപത്തിൽ കഴിച്ചാൽ പാപിയായി മരിക്കും, വിശുദ്ധിയിൽ കഴിച്ചാൽ വിശുദ്ധനായി ജീവിക്കും, ഭാവിയിൽ കഴിച്ചാൽ ഭാവിയായി ജീവിക്കും. നമ്മൾ ഇറങ്ങിക്കോ. അതോടെ കഴിച്ചാൽ പിന്നെ പ്രശ്നം, നിന്നെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം നീ പിന്നെ പാപിയായി തന്നെ നിത്യമായി ജീവിക്കും. മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാൻ പറഞ്ഞു ഔട്ട്. എന്നിട്ട് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി രണ്ടുപേരെ കാവൽ നിർത്തി കയറി കഴിക്കല്ലേ, വെട്ടിക്കോണം. കാരണം ഇവന് ഞാൻ കൊടുക്കും, ഇന്നല്ല. ഇവന്റെ പാപമെല്ലാം മോചിച്ചിട്ട് ഇവനെ ഞാൻ വിശുദ്ധനാക്കിയിട്ട് ഇവനെ ഞാൻ സ്വർഗരാജ്യത്തിൽ കൊണ്ടിട്ട് ഈ ഫലം കൊടുക്കും, പിന്നെ മരണമില്ല. അതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. എത്ര ഉന്നതമാണല്ലേ! സ്തോത്രം. കർത്താവിന്റെ ആ മനസ്സലിവ് ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മൂന്നാമത്തെ ദൈവത്തിന്റെ മനസ്സലിവൂടെ ഒന്ന് പറഞ്ഞിട്ട് വേഗം ഈ ചിന്തയിലേക്ക് ഞാൻ വരാം. മൂന്നാമത്തെ മനസ്സലിവ് കാണണമെങ്കിൽ കാൽവറിയിൽ ചെല്ലണം. കാൽവറി കാൽവറിയിൽ ചെല്ലണം. സ്തോത്രം. 1 കുറയും 40 വട്ടത്തടി ഗബദയുടെ കൽത്തളത്തിൽ വെച്ച് യേശുവിനെ അവരടിച്ചു, ഇല്ലേ? ഒരു കൽത്തളത്തിൽ കൊളുത്തിയിരിക്കുന്ന ആ കമ്പിക്കകത്തോട്ട് കൈ രണ്ടും വെച്ച് കെട്ടിയിട്ട് യേശുവിന്റെ പുറത്ത് അവർ ഉഴവിച്ചാൽ പോലെ റോമൻ പടയാളിയുടെ കരുത്തുറ്റ പട്ടാളക്കാർ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് പുറം പൊളിച്ചു. മുൾമുടി കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചതുറപ്പിച്ചു. മാത്രമല്ല മുഖത്തെ രോമങ്ങൾ റോമൻ നാണയത്തൊട്ടുകൊണ്ട് പറിച്ചെടുത്തു. സ്തോത്രം. ആ പറിച്ചെടുത്തപ്പോ ആ രോമത്തിന്റെ കൂപത്തിൽ കൂടെ ബ്ലഡ് വന്നു. ബ്ലഡ് കണ്ടാൽ അറപ്പുമാറാത്ത പട്ടാളക്കാർ കാർക്കിച്ച് തുപ്പിയപ്പോ തുപ്പലും ബ്ലഡും കൂടെ മുഖത്ത് മിക്സ് ചെയ്തിരിക്കുന്നു. അവരാരോ ഒരുത്തർ കണ്ണ് കെട്ടിയിട്ട് കന്നത്തടിച്ചിട്ട് പറഞ്ഞു, പ്രവചിക്കാൻ പറഞ്ഞു. യേശുവിനെ പരിഹസിച്ചു. പുറത്തോട്ട് വരുന്ന രക്തം കാണാതിരിക്കാൻ രക്താംബരം ധരിപ്പിച്ചു. ശോഭകേട് വരുത്തിയതിനു ശേഷം 300 റാത്തൽ തൂക്കമുള്ള പച്ച പൈൻമരക്കുരിശ് ഗബദയുടെ കൽത്തള മുതൽ കാൽവറിയുടെ കുലക്കളം വരെ കൊണ്ടുപോകുന്ന വഴിക്ക് ജനങ്ങൾ ഓടി വന്ന് കരയുന്നതിൽ ആരാന്നറിയാമോ? ഒരാൾ തിമായിയുടെ മകനായ ബർത്തിമായ. ഒരു രാത്രിയിൽ അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു, എന്നെ കണ്ണിന് കാഴ്ചയില്ല റബ്ബിനീ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. അയാളുടെ കണ്ണ് സൗഖ്യമായ പ്പോൾ എന്റെ ചിന്ത തമ്പുരാന്റെ കൂടെ ഉണ്ടെന്ന്. ആ കരയുന്ന കൂട്ടത്തിൽ അയാളുണ്ട്. റബ്ബിനീ എന്ന് വിളിച്ച് അയാൾ കരയുന്നുണ്ട്. 40-ലധികം വയസ്സുള്ള കൈവരുണ്ടൊരു മനുഷ്യൻ പള്ളിയിലുണ്ടായിരുന്നു. അവന്റെ കൈ കർത്താവ് സൗഖ്യമാക്കിയത്. അവൻ അന്ന് മുതൽ തമ്പുരാന്റെ പുറകെയാ. തന്റെ കൈ നീട്ടിയ സൗഖ്യമാക്കിയ തമ്പുരാനെ ചാട്ടക്കടിക്കുന്നത് കണ്ടിട്ട് അവനും ആൾക്കൂട്ടത്തിൽ കരയാൻ തുടങ്ങി. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചപ്പോൾ അന്ന് അപ്പം തിന്നവരിൽ ഭൂരിഭാഗവും ഈ വഴിത്തലയ്ക്കലുണ്ട്. 38 വർഷമായി ഒരു ചലനം പോലും ഇല്ലാതെ ഒറ്റ കുളത്തിന്റെ കരയിൽ കിടന്ന രോഗിയുണ്ട്. ആ രോഗിയോട് തമ്പുരാൻ പറഞ്ഞു, കിടക്ക എടുത്ത് നടക്ക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കിടക്ക കൊണ്ടവൻ വീട്ടിൽ പോയിന്ന്? അല്ലേ, ആ കിടക്ക എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് കാണും. പക്ഷെ അവന് സൗഖ്യം കൊടുത്ത ആളെ അവൻ ഫോളോ ചെയ്തു. തന്റെ അരിമനാഥൻ, തന്റെ പ്രാണനാഥനെ അടിക്കുന്നത് കാണുമ്പോൾ ആ വഴി സൈഡിൽ നിന്ന് കരയുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ 3.5 കൊല്ലമായി അത്ഭുതങ്ങൾ പ്രാപിച്ചവരുണ്ട്. നിങ്ങൾക്കറിയാമോ, റാ പോലെ വളഞ്ഞു നിന്ന കൂനിയായ ഒരു സ്ത്രീ
അവിടെ കരയുന്നുണ്ട്. ഇപ്പൊ കുനിഞ്ഞോണ്ടല്ല, നിവർന്ന കരയുന്നേ. 12 വർഷം പുറത്തിറങ്ങാതെ ഒരു മുറിക്കകത്ത് മാത്രം താമസിച്ച രോഗിയുണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യമായി. അവൾ അന്ന് മുതൽ തമ്പുരാന്റെ പുറകെയാ. അവൾ അവിടെ കരയുന്നുണ്ട്. ഈ പോക്ക് പോയി കണ്ടിട്ട് കരയുന്ന ജനലക്ഷങ്ങൾ ഇരു സൈഡിൽ നിൽക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ടോ? പിന്നെ നിങ്ങൾ കരയുന്നെങ്കിൽ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞാൽ മതി. കൊണ്ടുപോകുന്ന കുരിശെ ഗോൽഗോത്തായിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് യേശുവിനെ അതിൽ കിടത്തി. അർത്ഥനഗ്നനായി അർത്ഥപ്രാണനായി അവിടെ കിടക്കുമ്പോൾ 8 ഇഞ്ച് നീളമുള്ള 3 ആണി കൊണ്ടുവന്ന് എൻ്റെ കർത്താവിനെ കാൽവറിയിൽ ആ കുരിശിൽ തറച്ചു. എന്നിട്ട് കുരിശ് നാട്ടാൻ എടുത്തിരിക്കുന്ന കുഴിക്കകത്തോട്ട് കുരിശിട്ടു. എൻ്റെ ചിന്ത കേൾക്കണോ? ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമോ വായിക്കണം, ഞാൻ പറഞ്ഞോളാം. 53-7 വാക്യം. അവിടുത്തെ വാക്യം കേൾക്കണോ? അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. എന്താ രോമം കത്തിരിക്കുമ്പോൾ കുഞ്ഞാട് മിണ്ടാതിരിക്കുന്നേ? പാലസ്തീനിലെ ചൂട് അസഖ്യമാണ്. ആ ചൂടുള്ള ദേഹത്തെ, ചുട്ടുപൊള്ളുന്ന ചൂടിൽ ദേഹത്ത് കമ്പിളി പുതപ്പ് പുതയ്ക്കുന്ന പോലെ ഈ രോമം കൂടെ ഉണ്ടെങ്കിൽ പെരിവെയിലത്ത് കമ്പിളി പുതയ്ക്കുന്ന അസ്വസ്ഥത ഏത് ആടിനെ ഉണ്ടാകും? ആടിൻ്റെ ലൈഫിലെ ഏറ്റവും സമാധാനമായ ദിവസമാണ് ഈ രോമം കത്തിരിച്ച് കളയുക. ഇതെടുത്ത് കളയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഒരു കുളിർമ, ഒരു ആശ്വാസം. കാരണം ചൂട് മൊത്തം അങ്ങ് മാറി ഒരു റിലാക്സേഷൻ വരും. അതുകൊണ്ടാണ് ആട് മിണ്ടാതിരിക്കുന്നത്. അർത്ഥോ. പക്ഷെ ഇവിടെ റിലാക്സേഷൻ ഒന്നുമില്ല. ഇവിടെ വേദനയാണ്, ഇവിടെ ഭാരമാണ്, ഇവിടെ നെടുവീർപ്പാണ്. പക്ഷെ എന്നിട്ട് മിണ്ടാത്തതിന്റെ കാരണം അതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. ഞാൻ അനുഭവിച്ചാലും വേണ്ടില്ല, കാട്ടാക്കട പുന്നാവൂരുള്ളവർ നിത്യരാജ്യത്തിൽ ചെല്ലാനുള്ള ദൈവത്തിന്റെ മനസ്സലിവ്. നിങ്ങൾ വേറെന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തോണ്ടാ കൈയടിക്കാനൊരു മടി. സ്തോത്ര കരമുയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞ ഏലപ്പാറ ഇന്ന് രാത്രി വേറെ ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും തമ്പുരാന്റെ കാൽവറി മരണത്തെ തൊട്ടതുകൊണ്ട് മറന്നു പോകാതൊരു സ്തോത്രം ഇന്ന് രാത്രി പറയണം. പുറം പറമ്പിൽ കിടന്ന എന്നെ പറുദീസ വാസം നൽകി. പ്രൈസ്തലോ, ആർക്കും വേണ്ടാതെ ഒരു മൂലയിൽ കിടന്ന് അസ്തമിക്കേണ്ട നമ്മളെ നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ കാൽവറിയിൽ മരണത്തോളം, ത്യാഗമരണത്തോളം സമർപ്പിക്കപ്പെട്ട നസ്രായനെ ഓർത്താൽ ഇന്ന് രാത്രി എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മിണ്ടാതിരിക്കുക? ഒരു വീട് പോലും കൊടുക്കാതെ, ഒരു ആടിനെ പോലും കൊടുക്കാതെ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കോഴിയെ പോലും കിട്ടിയിട്ടില്ലാത്ത എത്രയോ പേർ അവരുടെ നേതാക്കന്മാർ വരുമ്പോൾ ചങ്ക് പൊട്ടി വിളിക്കുന്നു, നാളിതുവരെ കോഴിമുട്ട പോലും കിട്ടിയിട്ടില്ല. ഒരു കോഴിമുട്ട പോലും കിട്ടാത്ത വിശ്വമേ സാധാരണക്കാരൻ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ ചങ്ക് പൊട്ടിയ വിളിക്കുന്ന കണ്ണേ കരളേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമോ? നരകവിധി മാറ്റിയ തമ്പുരാനെ കുറിച്ച് ഇന്ന് രാത്രി സംസാരിക്കുമോ? എങ്ങനെയാ മിണ്ടാതിരിക്കുക? Somebody shout hallelujah. അക്കരമൊന്ന് വീശി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഈ പരസ്യ സ്ഥലത്ത് നിന്റെ ആദരങ്ങൾ ഉയരപ്പെടണം. ഈ പരസ്യ സ്ഥലത്ത് നിന്റെ ശബ്ദം ഉയരപ്പെടണം. ഈ പരസ്യ വേദിയിൽ നിന്റെ നാവ് ഉയരപ്പെടണം. ഈ പരസ്യ വേദിയിൽ നീ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷ പറയാൻ നിയോഗമുണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ, നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഒന്നിനും കുറവില്ലാതെ ഇന്നുവരെ എന്നെ നടത്തി. ഇമ്മാനുവേലേ, അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നുവരെ ഒരു കുറവില്ലാതെ നടത്തുക മാത്രമല്ല, നരകത്തിൽ ചെന്ന് സാത്താനും അവൻ്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയ നരകത്തിൽ, നിത്യ നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കേണ്ട സാധുവിനെ അപ്പൻ തള്ളിക്കളഞ്ഞ്, അമ്മ തള്ളിക്കളഞ്ഞ്, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ സാധുവിനെ തേടി വന്ന് എന്റെ നരകവിധി മാറ്റിയ തമ്പുരാനെ ഇന്ന് രാത്രി ഞാൻ അങ്ങ് സ്തുതിക്കുന്നെന്ന് പറയാൻ, അഭിമാനത്തോടെ സ്തോത്രം ചെയ്യാൻ, ആത്മനിറവിൽ ഹല്ലേലൂയ പാടാ ഇന്ന് രാത്രി നിയോഗമുള്ളവരുണ്ടോ? അതാണ് ദൈവത്തിന്റെ മനസ്സലിവ്.
33 കൂട്ടം കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ അത് ചെയ്യാൻ പറയുന്ന 2 പ്രധാനപ്പെട്ട റീസൺസ്: ഒന്ന്, ദൈവത്തിന്റെ മനസ്സലിവ്; 2, കർത്താവിന്റെ മടങ്ങിവരവ്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന വേണമെന്നാണ്. എന്താ ബുദ്ധിയുള്ള ആരാധന? കൈയടിക്കാതെ ബുദ്ധി, പാട്ട് പാടാതെ ബുദ്ധി. നമ്മൾ ഒത്തിരി കൈയടിക്കാൻ പാടില്ല, സെൻട്രല്ലേ ടൗണല്ലേ, അതല്ല ബുദ്ധി. സ്തോത്രം. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി തമ്പുരാൻ എന്തോ ചെയ്തോ അതറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓബേദേദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ദാവീദിന്റെ വസ്ത്രം മാറി, കൊട്ടാരത്തിലെ വസ്ത്രം മാറിയിട്ട് പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് ആ പട്ടാള ഈ പെട്ടകം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ മുമ്പിൽ കടന്ന് ദാവീദ് നൃത്തം ചെയ്തു. അപ്പൊ മീഖൾ കുറ്റപ്പെടുത്തിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ ദാസന്മാരും ദാസിമാരും കാണുക തന്നെ അനാവൃതമാക്കിയ ഡാൻസ് എന്തോ പരിപാടിയാ. അപ്പൊ അയാൾ പറയുന്നൊരു പദമുണ്ട്: ഈ രാജ്യത്തിന്റെ രാജാവായിട്ട് എന്നെ നിയമിച്ചത് തമ്പുരാനാ. അതിന്റെ കാരണം നിന്റെ അപ്പനെ തള്ളിയിട്ട, നിന്റെ അപ്പനേക്കാൾ യോഗ്യനായി എന്നെ കണ്ടല്ലോ. നിന്റെ അപ്പനേക്കാൾ യോഗ്യനായി എന്നെ കണ്ട് ഈ രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റിയ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? ഞാൻ ഇനിയും നൃത്തം ചെയ്യും. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ഉള്ളം ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. നിരാശപ്പെടാനുള്ള കാര്യമൊന്നുമില്ല, ഭാരപ്പെടാനുള്ള കാര്യമില്ല. കരഞ്ഞ് ജീവിക്കേണ്ട ജീവിതമല്ല ഇത് പ്രത്യാശയോടെ ജീവിക്കേണ്ട ജീവിതമാ. വീട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ കാർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞമേരിക്ക് പോയില്ലെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പറന്നിടും, ഒരുമിച്ച് ചെന്ന് നിത്യസ്വർഗത്തിൽ വാഴും. നിങ്ങൾക്കറിയാമോ, നിരാശയ്ക്ക് കാരണം മണ്ണിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് അതുകൊണ്ട് എനിക്കിതില്ല, അവൻ അതുകൊണ്ട് എനിക്കിതില്ല. ഈ മണ്ണിൻ്റെ ചിന്ത വിട്ടാൽ തന്നെ നമ്മുടെ നിരാശകൾ മാറാതെ തുടങ്ങും. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി വലിയൊരു പ്രസൻസ് ഇതിനകത്തുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന കൺവെൻഷനിൽ നമ്മൾ കാണുന്നൊരു അന്തരീക്ഷമുണ്ട്. ഏത് സബ്ജക്റ്റാണോ പ്രസംഗിക്കുന്നത്, ആ പ്രസംഗിക്കുന്ന സബ്ജക്റ്റിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ സ്പർശനം ഞാൻ പന്തലിൽ കാണാറുണ്ട്. കഴിഞ്ഞ രാത്രി വരെ ഞാനത് കണ്ടായിരുന്നു. അതേ സാന്നിധ്യം ഇന്ന് രാത്രി പന്തലിനകത്തുണ്ട്. ഈ രാത്രി അനുഭവിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ആത്മസാന്നിധ്യം ഇതിനകത്തുണ്ട്, ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. അനുഭവിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം. നിന്റെ ഭാരങ്ങൾ മാറുന്ന, നിന്റെ വേദനകൾ മാറുന്ന, നിന്റെ നിരാശകൾ മാറുന്ന, നിന്റെ കണ്ണുനീര് മാറുന്ന, നിന്റെ വേദന നിരാശകൾ മാറ്റുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം ഉണ്ട്. അനുഭവിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച്, അനുഭവിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച്, അന്യഭാഷ പ്രാപിച്ചവരുണ്ടെങ്കിൽ അവർ അന്യഭാഷയിൽ. നിങ്ങൾ കരമടിക്കുന്ന സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ എത്തണം കേട്ടോ. നിങ്ങൾ കരമടിക്കുന്ന സൗണ്ട് നിങ്ങളുടെ ചെവിയിലെങ്കിലും എത്തണം. നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ ആ അന്യഭാഷയുടെ സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ എത്തണം. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചെവിയിൽ വരട്ടെ. നിങ്ങളുടെ ചെവിയാ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൂടെ സഹകരിച്ചാട്ടെ. നിങ്ങൾ ആത്മാവിന്റെ കൂടെ സഹകരിച്ചേ, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചേ. ആത്മാവ് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്തേ. ആത്മാവ് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്തേ. Yes. Hallelujah. ഇന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ ഉള്ളറകൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. നാളുകളായി നീ പാടുന്നുണ്ടെങ്കിലും, നാളുകളായി നീ വേദി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, നിന്റെ മനസ്സിനകത്തുള്ള ചില അസ്വസ്ഥതകൾ ഇന്ന് രാത്രി മാറുന്ന രാത്രിയാ. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ദൈവസ്നേഹം എന്ന ദൈവം പകരുക. ഇനി നീ ഇനി നീ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ, ഇനി നീ സൗണ്ട് ഉപയോഗിക്കുമ്പോൾ, ഇനി നീ പാടുമ്പോൾ, ഇനി നീ പ്രസംഗിക്കുമ്പോൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ചൈതന്യം നിന്റെ അകത്ത് ചെയ്യാൻ ഈ പന്തലിൽ, ഈ സ്റ്റേജിൽ ഒരു വലിയ അഭിഷേകം, ഒരു വലിയ ആത്മസാന്നിധ്യം ഈ രാത്രി ചലിക്കുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ കാണാം. Receive the power in the name of Jesus. Receive the power in the name of Jesus. യേശുവിൻ നാമത്തിൽ ഈ രാത്രി ശക്തി ഏറ്റെടുക്കുക. യെസ് ലോർഡ്. അതേ ബ്രദർ, ഇന്ന് പകൽ നിന്റെ നിരാശ മാറുക കേട്ടോ. നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നീ മസിൽ പിടിക്കരുത്. ഇന്ന് രാത്രി നിന്റെ ഉള്ളം പിടഞ്ഞു, എനിക്കറിയാം. നിന്റെ ഉള്ളം പൊടിയാൻ തുടങ്ങി. ശ്രദ്ധയോടാ നീ ഇരിക്കുന്നേ. ഇതുവരെ ഒരുപക്ഷെ കോൺസെൻട്രേറ്റഡ് ആയി മെസ്സേജ് കേൾക്കാൻ പറ്റാത്ത അന്തരീക്ഷമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഉള്ളം പിടഞ്ഞു, എനിക്കറിയാം. അത് പൊടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഇനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ നാളുകളായി നീ അനുഭവിച്ച വ്യതകൾ ഇന്ന് രാത്രി മാറ്റുക. നിന്റെ മനസ്സിന്റെ ഹാർഡതകൾ, നിന്റെ മനസ്സിന്റെ
കഠിനാവസ്ഥ ഇന്ന് രാത്രി ദൈവം മാറ്റിയിട്ട് ഈ ഒരു പുതിയ മാർദ്ദവമായ അന്തരീക്ഷം നിന്റെ മേൽ എന്റെ ദൈവം പകരുക. Yes, receive the power. ദൈവസാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നുണ്ട്. ചില രോഗികൾ കർത്താവ് സൗഖ്യമാക്കും. ദൈവസാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നുണ്ട്. ചില നിരാശകൾ സൗഖ്യമാക്കും. കഴിഞ്ഞ 14 ദിവസമായി 28 മെസ്സേജ് കേട്ടിട്ടും മനസ്സിനകത്ത് സ്വസ്ഥത അനുഭവിക്കാത്ത ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി എന്നോട് ദൈവം പറയും, നിന്റെ മനസ്സ് ഇന്ന് രാത്രി പൊളിച്ചെഴുതുക. നിന്നിൽ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ തുടങ്ങുക. പരാജയത്തിന്റെ ചിത്രത്തെ അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി നിന്റെ മേൽ പുതിയ ചിത്രത്തെ എന്റെ ദൈവം വരയ്ക്കാൻ തുടങ്ങുക. നിന്റെ കുടുംബത്തിന്റെ ചിത്രം മാറുക. നിന്റെ തലമുറയുടെ ചിത്രം മാറുക. നിന്റെ ശുശ്രൂഷയുടെ ചിത്രം മാറുക. ഈ രാത്രി receive the power in the name of Jesus. വൈഡാലാരബാസിയാന അദാചകാല ശസ്യാം ദർശനാഥന. ഹല്ലേലൂയ. ജീവിത സൗകര്യങ്ങൾ പലതുമുണ്ടെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാത്ത, സന്തോഷിക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ടെന്ന് എന്നോട് ദൈവം പറയുന്നുണ്ട്. ഒരുപക്ഷെ സന്തോഷിപ്പാൻ കഴിയുന്ന ധാരാളം വസ്തുവക വീട്ടിനകത്തുണ്ടെങ്കിലും സ്വസ്ഥത അനുഭവിക്കാത്ത കുടുംബങ്ങൾ ഇതിനകത്തുണ്ടെന്ന് എന്നോട് ദൈവം പറയുന്നു. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്തൊരു പുതിയ ചിത്രം എൻ്റെ ദൈവം വരയ്ക്കാൻ തുടങ്ങുക. ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളത് എൻ്റെ പ്രസംഗ പരമ്പരയിൽ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു വേർഡ് എൻ്റെ വായിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇത് എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ സംഭാവനയാണ്. ഈ വേർഡ് ഞാൻ എൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഈ 45 വർഷത്തെ ശുശ്രൂഷയിൽ ലൈഫിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി എന്നോട് ദൈവം പറയുന്നത്, ചില കുടുംബത്തിന്റെ ചിത്രത്തെ ദൈവം വരയ്ക്കാൻ തുടങ്ങുക. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരാജയത്തിന്റെ നിന്റെ ചിത്രത്തെ ഇന്ന് രാത്രി മാറ്റി നിന്റെ കുടുംബത്തെ പുതിയ ചിത്രത്തിലേക്ക് മാറ്റുന്ന രാത്രിയാണ്. റെസ്പോണ്ട് ചെയ്യാമെങ്കിൽ, പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ, റിസീവ് ചെയ്യാമെങ്കിൽ നീ റിസീവ് ചെയ്തോ. ഇനി നീയും ദൈവവുമായുള്ള ഇടപാട് മാത്രമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചേർന്ന കരങ്ങളെ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ആ കരങ്ങളൊന്ന് വീശി ഒരുമിച്ച് സ്വന്തം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഓർത്താൽ എങ്ങനെ മിണ്ടാതിരിക്കുക? അതാണ് ബുദ്ധിയുള്ള ആരാധന. കടം കയറി മുടിഞ്ഞ് ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്തുവാ നിൻ്റെ കയ്യിലുള്ളേ? ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതകത്ത് കയറി പകരാൻ പറഞ്ഞു. പകർന്ന് കടഭാരം മാറിയ സ്ത്രീയോട് പിന്നെ സ്തോത്രം പറയാൻ നിർബന്ധിക്കണോ? കയ്യെ തൂക്കി ഹല്ലേലൂയ പോട് എന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? പോലെ 18 വർഷം കുനിഞ്ഞ് ഇന്ന സ്ത്രീയോട് നിവർന്നു കഴിഞ്ഞപ്പോൾ ഇനിയൊരു സ്തോത്രം പറ ആൻറ്റി എന്നൊന്നും പറയേണ്ട വരത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ പുത്തിരിക്കണ്ട മൈതാനത്തിൽ ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആരാധന വെളിപ്പെട്ടു. ഒത്തിരി പേര് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ ഇരുന്നതിന് ശേഷം ഒരു ആൻറ്റി മാത്രം ഇരിക്കുന്നില്ല, ഭയങ്കര നൃത്തം ചെയ്യുന്നു. അപ്പോൾ ആ ആൻറ്റി നൃത്തം ചെയ്യുന്ന ആരാധന കണ്ടപ്പോൾ ഒരു 5 കസേരയ്ക്ക് പുറകിലിരുന്നൊരു ആൻറ്റി ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരിങ്ങനെ ചാടി മറിയുന്നു, അവരും ചാടി മറിയുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ 2 പേരെ മുമ്പോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മാമ്മ സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് നൃത്തം ചെയ്ത്? അപ്പോൾ ആ ഏറ്റവും പുറകിൽ ആൻറ്റി പറഞ്ഞു, ഞാൻ നൃത്തം ചെയ്യാൻ കാരണം ഇവള് നൃത്തം ചെയ്തുകൊണ്ടാണ് ഞാൻ നൃത്തം ചെയ്തത്. അപ്പം ചോദിച്ചു, ഇവള് നൃത്തം ചെയ്തത് കൊണ്ട് എന്തിനാ അമ്മാമ്മ നൃത്തം ചെയ്യുന്നത്? അപ്പം അവർ പറഞ്ഞു, പാസ്റ്ററേ, ഇവളുടെ 2 കാലും തളർന്നിട്ട് ഞാൻ കൊണ്ടുവച്ചതാ ഇവിടെ. ഈ ആരാധനയ്ക്ക് അവള് സൗഖ്യമായി നൃത്തം ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും സൗഖ്യമായി, ഞാനും ചാടാൻ തുടങ്ങി. അപ്പം ഇവള് ചാടുന്ന കണ്ടപ്പോൾ എനിക്കിരിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞേ, കാലുകൾ ചലിക്കപ്പെടാത്ത ഒരാളുടെ കാലുകൾ ചലിച്ച് ചാടാൻ പിന്നെ പറയേണ്ട വരത്തില്ല. അവർ അറിഞ്ഞോണ്ടങ്ങ് ചാടാൻ തുടങ്ങും.
വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ ഇന്ന് രാത്രി? നിർബന്ധത്താലല്ല, ദൈവം നൽകിയ നന്മയോർത്ത് ബുദ്ധിയോടെ. സ്തോത്രം. രാത്രി ആരൊക്കെ മിണ്ടാതിരുന്നാലും ഏലപ്പാറയുടെ സൗണ്ട് കുറയത്തില്ല, ഏലപ്പാറയുടെ ശബ്ദം കുറയത്തില്ല. ഏലപ്പാറ ഇന്ന് രാത്രി നൃത്തം ചെയ്യാതിരിക്കത്തുമില്ല. അങ്ങനെയായിരുന്നു എൻ്റെ സാഹചര്യം. 38 വർഷത്തെ 28 കൊല്ലത്തെ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു എൻ്റെ അമ്മ. 38 കൊല്ലത്തെ മദ്യപാനിയായിരുന്നു എൻ്റെ അപ്പൻ. ഏലപ്പാറയ്ക്കടുത്ത് ഹെലിബറിയ എന്ന് പറയുന്നൊരു കൊച്ചു ടി എസ്റ്റേറ്റാ ജന്മസ്ഥലം. നിങ്ങൾക്കറിയാമോ, മുളക്കുഴ ബൈബിൾ സ്കൂളിൽ ചർച്ചിഫോണ്ട് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ആദിവാസികൾക്ക് വേണ്ടി കുവൈറ്റിലെ സാറുമാർ അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ്, പഴകിയ വസ്ത്രം ഇട്ടുകൊണ്ട് മുളക്കുഴ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. കൂടെ പഠിക്കുന്നവൻ്റെ മുടി വെട്ടിയും കൂടെ പഠിക്കുന്നവൻ്റെ മുടി വെട്ടി എണ്ണയും സോപ്പ് മേടിച്ച ആളാണ് ഞാൻ. ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ശമ്പളം 5 രൂപ, അന്ന് എനിക്ക് 10 വയസ്സാണ്. ആ ജോലിക്ക് പോകാൻ കാരണമുണ്ട്, വീടിനകത്ത് ദാരിദ്ര്യം കയറി കൊടികുത്തി വന്നപ്പോൾ ഒരു രാത്രി എൻ്റെ അമ്മ കുഞ്ഞുമോൾ, എൻ്റെ മൂത്ത സിസ്റ്റർ ആൻസി പൗലോസ്, എൻ്റെ ഇളയ സിസ്റ്റർ ആശ, ഞാൻ അനീഷ്, 3 പേരും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കൊന്ന് മരിച്ചേക്കാം, നമുക്കെല്ലാം മരിച്ചേക്കാം, കാരണം മുമ്പോട്ടുള്ള ജീവിതം പാടാ. അപ്പൻ കുടി, അമ്മ മദ്യപാനി. ഒരു രാത്രി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ 4 പേരോട് തീരുമാനിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പണിക്ക് പോകാം, പൈസ ഇല്ലാത്തതല്ലയോ, ഞാൻ പണിക്ക് പോകാം. അന്ന് എൻ്റെ പ്രായം 10 വയസ്സാണ്. 5 പഠിക്കുന്ന എൻ്റെ ഏബലിൻ്റെ പ്രായം അന്ന് എനിക്കുള്ളൂ. 5 രൂപ ശമ്പളത്തിൽ കൂലിപ്പണിക്ക് പോയ മനുഷ്യനാണ് ഞാൻ. ഈ ലോകത്ത് 20ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മലയാളമല്ലാതൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഒരു ഗതിയില്ലാത്തവൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് ഒരു പാട്ടിനകത്തോടെ കയറി പിടിച്ച എൻ്റെ അമ്മേനെ, ഏത് പാട്ടാ? സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ, നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്നും എഴുതിയിടുമേ എന്നുള്ള ഒരു പരസ്യയോഗത്തിന്റെ പാട്ട എൻ്റെ അമ്മയെ മനസാന്തരപ്പെടുത്തിയ ആ മനസാന്തരത്തിന്റെ അനുഭവത്തില് ഇന്ന് ഈ രാത്രി ഇവിടെ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, കാട്ടാക്കടയും പുന്നാവൂയും ഈ കുറ്റിയച്ചിലും കണ്ടലയും നിങ്ങളെല്ലാം മിണ്ടാതായിരുന്നാൽ ഇന്ന് രാത്രി ഏലപ്പാറ മിണ്ടാതിരിക്കില്ല. കാരണം അതാണ് സാഹചര്യം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ, കൊണ്ടുവന്ന വഴികൾ ഓർത്താൽ ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ പറ്റുമോ? ചേർന്ന് ഒരിക്കൽ കൂടിയ കരമുയർത്തി വീശ്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന ആയിരിക്കണം. അന്ന് അങ്ങനെ പറഞ്ഞ് തുടങ്ങി. ഏതാണ്ട് ധാരാളം കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവസാനമല്ല, അതിൻ്റെ മധ്യഭാഗത്ത് പറഞ്ഞൊരു വേടാണ് നമ്മൾ നിൽക്കുന്നത്, ആശയിൽ സന്തോഷിപ്പിൻ. തൊട്ടുമേളത്തെ വാക്യം ഞാനൊന്ന് പറയാം, വായിക്കുന്നില്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഉത്സാഹത്തിൽ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. എന്നിട്ട് പറയുകയാണ്, ആശയിൽ സന്തോഷിപ്പീൻ, ഒടുങ്ങാത്ത ആഗ്രഹത്തിൽ സന്തോഷിപ്പീൻ. അതെന്താണ്? സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും എന്ത് വരത്തില്ല? ഭംഗം അല്ലെന്ന് പറഞ്ഞ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല. പക്ഷേ ദുഷ്ടനെ കുറിച്ച് പറയുന്നുണ്ട്. 112 സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അങ്ങനെയാണ്, ദുഷ്ടന്റെ ആശ നശിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വഷളന്റെ ആശ നശിക്കും, ദുഷ്ടന്റെ ആശ നശിക്കും, വഷളന്റെ ആശ നശിക്കും. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ആശ അവനാൽ ഞാൻ എന്ത് ചെയ്യും? പൂർത്തിയാക്കും. അങ്ങനെയാ. പക്ഷേ ആ പുള്ളിക്കാരനെ കുറിച്ച് മിരിയാൻ പാടുന്നത്, പച്ചവെള്ളത്തിൽ ഈയം താഴുന്നത് പോലെ ഫറവോനും അവൻ്റെ കൂട്ടരും മുങ്ങിപ്പോയെന്ന. ദുഷ്ടന്റെ ആശയും വഷളന്റെ ആശയും ലോകത്തിൻ്റെ ആശയും എല്ലാം നശിച്ചു പോകുമ്പോൾ ഇന്ന് രാത്രി നമ്മളെക്കുറിച്ച് പറയുന്നു, ഇല്ല, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറ. ഡേക്സിൽ പറയുന്ന പദം പറഞ്ഞ് ഞാൻ ഇതിലോട്ട് വരാം. ഡേക്സിനകത്ത് പറയുന്നത് ആശയിൽ സന്തോഷിപ്പിൻ എന്നല്ല, അതിന് മറ്റൊരു പദം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, പ്രത്യാശയിൽ സന്തോഷിപ്പിൻ എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. ആശയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണ് ആശ. അതിനകത്ത് ഞെട്ടിപ്പിച്ചൊരു മനുഷ്യൻ ബൈബിളിനകത്തുണ്ട്. അയാളുടെ പേര് കേൾക്കണോ? അബ്രഹാം എന്നാണ്. 75-ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തം കിട്ടി, തലമുറയെ കിട്ടുമെന്ന്. 99-ാമത്തെ വയസ്സായപ്പോൾ ആ തലമുറയെ കിട്ടിയില്ല. മമ്മറയുടെ തോപ്പിൽ താമസിക്കുമ്പോൾ അയാളുടെ വീട്ടിലോട്ടൊരു
3-4 പേര് വരുന്നുണ്ട്. 24 വർഷമായിട്ട് വാഗ്ദത്തം കേട്ടിട്ട് വാഗ്ദത്തം നിവർത്തിക്കാതിരിക്കുമ്പോൾ ഒരു 3 പേര് അയാളുടെ വീട്ടിലോട്ട് വരുന്നു. ആ 3 പേർ വഴിപോക്കരാണെന്നോർത്ത് സമ്പന്നനായ മനുഷ്യൻ അവരുടെ കാലിൽ വണങ്ങി അവരുടെ കാലെന്ത് ചെയ്തു? കാല് കഴുകി വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഗംഭീരമായ ഭക്ഷണം എന്ത് ചെയ്തു? കൊടുത്തു. നോക്കിയപ്പോൾ മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ വാട്ട ഒന്നുമില്ല, ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഈ ഹാപ്പിനെസ്സിൻ്റെ കാര്യം എന്തുവാ? ബോഡിയൊക്കെ നിർജീവമാകുന്നില്ലയോ? അവസ്ഥകളൊക്കെ വളരെ പ്രയാസകരമാണല്ലോ. അപ്പം അയാൾ പറയാണ്, പാസ്റ്റർ ഇല്ല, ഞാൻ ഒരു ജാതിക്ക് പിതാവാകുമെന്നല്ല എൻ്റെ ആശ, ഞാൻ ബഹുജാതിക്ക് പിതാവാകും. മരുന്നിന് പോലും ഒരു കുഞ്ഞില്ലാതിരിക്കെ, തെളിവിന് പോലും ഒരു കുഞ്ഞില്ലായിരിക്കെ ഒരു കൊച്ചിൻ്റെ അപ്പനാകുമെന്നല്ല, പിന്നെ ഞാൻ ബഹുജാതിക്ക് പിതാവാകും എന്ന ആശ നിസ്സാരമല്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരു വക നിനക്കില്ല, ഒരു ഗതിയുമില്ലെങ്കിലും ഇന്ന് രാത്രി പറയാമെങ്കിൽ പറ, ഇല്ല, ഇന്നിന്റെ അനുഭവങ്ങൾ മാറി ഒരു വലിയ സമൃദ്ധിയുടെ വക്താവായി ഞാൻ തീരുമെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ പറ. അബ്രഹാമിന്റെ ആശ നിസ്സാരമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു കൊച്ചിൻ്റെ അപ്പന്, ഒരു കുഞ്ഞിൻ്റെ ഫാദറല്ല, ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുമ്പോൾ അയാൾ പറയുക ബഹുജാതികൾക്ക് എന്താവാകും? പിതാവാകും. ആ മുഖത്ത് നോക്കിയ ഹാപ്പിനെസ്. കൊച്ചു ജനിച്ചു, 12 വയസ്സായി, ഏകദേശം യാഗമാക്കാൻ പറഞ്ഞു. നേരം വെളുത്തുള്ള പുള്ളിക്കാരൻ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി. വേലക്കാരോട് പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാം. മേളിൽ ചെന്നു, യാഗപീഠമൊക്കെ ഒരുക്കിയിട്ട് കുഞ്ഞിൻ്റെ കയ്യെ കെട്ടി അങ്ങോട്ടിട്ടു. കയ്യെ കെട്ടിയിട്ട് അങ്ങോട്ടിട്ടപ്പോൾ കൊച്ചു ചോദിച്ചു വേണം, അപ്പം ഞാൻ തന്നെയാണോ? അപ്പം പറഞ്ഞു, യെസ് മോനെ, നീ തന്നെയാ, കിടന്നോളാൻ പറഞ്ഞിട്ട് കത്തി എടുത്ത് ഒറ്റ വെട്ടാൻ തുടങ്ങി. ഒറ്റ ഓങ്ങിച്ച വെട്ടാൻ ഓങ്ങിയത് ആക്ഷനൊന്നുമല്ല, ആക്ഷനും പരിപാടിയാണ്. ഒറ്റ വെട്ടാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ മേളിൽ ആ വിളി ഒരു സെക്കൻഡ് മാറിയ പുള്ളി വെട്ടും. ആക്ഷൻ അല്ല, വെട്ടും. അല്ലേ? ആക്ഷൻ അല്ല, വെട്ടും. എന്നോട് നിങ്ങൾ ഉണ്ടോ? അതിന് വേണ്ടിയാ വെട്ടിക്കളയും, മുളി വെട്ടിക്കളയും. അപ്പോൾ അത് കരഞ്ഞോണ്ടൊന്നുമല്ല, ഞാൻ ചോദിച്ചു വെട്ടിക്കളയും. അതെന്താ വെട്ടാൻ കാരണം? അല്ല പാസ്റ്ററേ, ഇവനെ കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ, ചാരത്തിനകത്തുനിന്നൊരു ജനതയെ ഉണ്ടാക്കി തരാൻ കരുത്തുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ വിശ്വാസമുള്ളവന് നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഇന്ന് രാത്രി എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഇല്ല, നീ തകർന്നിട്ടില്ല, നിന്നെ തകർക്കാനൊട്ട് പറ്റത്തുമില്ല. നിന്റെ അഡ്രസ്സ് തീർന്നെന്ന് ചിന്തിക്കണ്ട, നിന്റെ ചരിത്രം ഇതോടെ അസ്തമിച്ചെന്ന് ചിന്തിക്കണ്ട. ഇല്ല, നീ റീക്രിയേഷൻ ചെയ്യാൻ പോകുക. നിന്റെ കൂടാരത്തെ, നിന്റെ കുടുംബത്തെ റീക്രിയേഷൻ വീണ്ടും സൃഷ്ടിക്കാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ പറ. കരമടിച്ച് കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താണ്. കരമടിച്ച് ദൈവത്തെ വിശ്വാസത്താൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് വിശ്വാസത്താൽ ആ വിശ്വാസത്താൽ ഒരു സ്തോത്രം. ഭൗതികമായ ധാരാളം ആശകളെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ സമയത്തിന് എനിക്ക് കേവലം 10-12 മിനിറ്റ് ഉള്ളൂ. 9 മണിയെന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് കൂടെ പോയാൽ കുഴപ്പമുണ്ടോ പാസ്റ്റർ? കുഴപ്പമില്ല. നമ്മൾ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മാക്സിമം സമയത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേക ഗൈഡൻസ് എല്ലാം അങ്ങോട്ട് പോയതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് എന്നോട് ക്ഷമിക്കണം. ഒരു 9-10 ആകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സന്തോഷമാണ് നിങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതികമായി പറഞ്ഞ ആശകൾ ധാരാളമുണ്ട്, പക്ഷെ നമ്മുടെ ആശ ഭൗതികമല്ല. നിങ്ങൾക്കറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ എന്ന 39-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം, എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. അവിടുത്തെ വാക്യം ആശയല്ല, പിന്നെ എന്താണ്? പ്രത്യാശ, സുവിശേഷത്തിൻ്റെ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. അങ്ങനെ കുറേ പ്രത്യാശകൾ പറയുന്നുണ്ട് ബൈബിളിനകത്ത്. എന്തുവാ നമ്മുടെ പ്രത്യാശ? ഉഗാണ്ടയിൽ പോകുന്ന കാര്യമല്ല. എന്തുവാ നമ്മുടെ പ്രത്യാശ? അമേരിക്കയിൽ പോകുന്ന കാര്യമല്ല. എന്തുവാ ഒരു വിശ്വാസിയുടെ പ്രത്യാശ? ഒറ്റ പ്രത്യാശയുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ചേർക്കുന്നവൻ വേഗം മടങ്ങി വരുമോ? അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? കർത്താവിൻ്റെ മടങ്ങിവരവൊക്കെ ഇപ്പം പ്രസംഗിക്കുമ്പോൾ നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കണം. കാരണം പലർക്കും അതിനകത്ത് വലിയ ഉറപ്പൊന്നും. കഴിഞ്ഞിടയ്ക്ക് ഒരു സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ഈ പോക്ക് പോയാൽ മതിയോ, കർത്താവ് മടങ്ങി വരത്തില്ലയോ? അപ്പം അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഈ കാലത്ത് ഇതുപോലും ആരെങ്കിലും വിശ്വസിക്കുമോ? സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങി വരവ് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലല്ല ജനം. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് പലയിടത്തും പറയാറുള്ളത്. എന്നാൽ ഒരു മുൻകൂർ ജാമ്യം വേണ്ട. എനിക്കറിയാം പുന്നാവൂരുകാര പ്രതീക്ഷയുള്ളവരാ. രക്തത്താല് ചെയ്യാം, കരങ്ങളെ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. അരിമ മണവാളന്റെ പ്രത്യക്ഷതയാണ് നമ്മുടെ പ്രത്യാശ. എല്ലാ യോഗം കഴിയുമ്പോഴും ഒരു ആശീർവാദമുണ്ട്. ആമേൻ കർത്താവേ വേഗം വരണേ. ആ ആശീർവാദത്തിന്റെ പിന്നിൽ അവസാനം പറയുന്ന പദം ഇതാണ്, ആമേൻ കർത്താവേ വേഗം വരണമേ. അടുത്ത വർഷം സുനിൽ പാസ് ഒരുക്കുന്ന ആനുവൽ കൺവെൻഷൻ അല്ല നമ്മുടെ കാത്തിരിപ്പ്. ഇന്ന് രാത്രി അരിമ മണവാളന്റെ പ്രത്യക്ഷതയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ചേർന്ന് ഒരുമിച്ച് കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഓ, നിങ്ങൾക്കറിയാമോ, പാസ്റ്റർ അനീഷിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചത് നിങ്ങൾക്ക് നന്മ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് നന്മ? സ്വർഗം കിട്ടും എന്ന് പറയാനാണ്. നിത്യതയ്ക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഏലപ്പാറക്കാരനായി എന്നെ വിളിച്ചേ. ഏവൻ കാട്ടാക്കട പുന്നാവൂർ എന്നുള്ള സ്ഥലത്തുള്ള നിങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നു സ്വർഗത്തിലേക്ക്. നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അഭിഷിക്തന്മാരാണ് ഇവർ. ഇവരുടെ ശുശ്രൂഷ അതാണ്. നിങ്ങളുടെ കുറവുകൾ പറഞ്ഞ് ബലഹീനതകൾ പറഞ്ഞു തന്ന് നിങ്ങളെ മനസ്സിലാക്കി ഓരോ ദിവസവും നിങ്ങളെ അതിന് പ്രാപ്തരാക്കുന്ന പരിപാടിയാണ് ഞങ്ങളുടെ വേല. ഞങ്ങളെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഉപദേശിമാരെന്നാണ്. ഇപ്പോഴാ പാസ്റ്റും റവറൻറ്റുമായത്. ഉപദേശി എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്നവരെന്ന് മാത്രമാണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടി, പാടിയില്ലെങ്കിൽ പാടാൻ പറഞ്ഞ് ഉപദേശിച്ച് യേശുവിൻ്റെ വരവിൽ നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന പരിപാടിയാണ് ഞങ്ങളുടേത്. ഇന്ന് രാത്രി നമ്മുടെ കാത്തിരിപ്പ് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രതീക്ഷ അരിമ മണവാളന്റെ പ്രത്യക്ഷതയാണ്. ഇന്ന് രാത്രി അത് ആത്മാവിൽ ആഗ്രഹിക്കുന്നവർ, അതിൽ ആത്മാവിൽ പ്രതീക്ഷിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. ആമേൻ. നിങ്ങൾക്കറിയാമോ, പണ്ട് കാലത്തുള്ള പിതാക്കന്മാർക്ക് നമ്മളെക്കാൾ കുറച്ചുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒത്തിരി പഴയൊന്നുമല്ല. ഒരു 10-50 കൊല്ലം മുമ്പുള്ള വിശ്വാസികളെ കുറിച്ച് പഠിച്ചാൽ അവർക്ക് നമ്മളെക്കാൾ വലിയ പ്രത്യാശ ഉള്ളവരായിരുന്നു ആ കാലത്ത്. മുങ്ങാൻ പോകുന്ന ബോട്ടിനകത്തിരുന്ന് പാടിയ പാട്ടാണ്, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയ നാടിനോ ഏറ്റവും അടുത്തായത് എനിക്ക് എത്രയാനന്ദം, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ. മുങ്ങാൻ പോകുന്ന ബോട്ടിനകത്തിരുന്ന് പാടിയ പാട്ട. ഈ വാരിതിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. കരഞ്ഞുകൂവി നാട്ടിൽ പോകുന്നല്ല, പിന്നെ ഗാനം പാടിയൻ നാട്ടിൽ പോകുമേ. ഓ, ഗാനം പാടിയൻ നാട്ടിൽ പോകുമേ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും. പണ്ട് കാലത്തെ ആൾക്കാരുടെ പാട്ടുകളൊക്കെ ഈ പ്രത്യാശ നിർഭരമായിട്ടുള്ള വരികളായിരുന്നു. മറ്റൊന്നും പറയാനില്ലായിരുന്നു. ആ പാട്ടൊക്കെ പാടി ആരാധിക്കുന്ന ആ കാലത്ത് എന്തോ ഒരു സന്തോഷമെന്നറിയാമോ? സ്തോത്രം 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 സ്തോത്രം. പണ്ടത്തെ ആൾക്കാരുടെ പാട്ട് അല്ലേ, എത്ര സന്തോഷകരമായ പാട്ട്. അവരൊക്കെ പാടി ആനന്ദിച്ച പാട്ടുകളൊക്കെ ഇനി നമുക്ക് എന്തോ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പം ആ പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഭാവം തന്നെ മാറി. 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടും കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖത്തൊരു വലിയ പ്രസന്നത വ്യാപരിക്കുന്നുണ്ട്. അതായത് പ്രത്യാശയിൽ സന്തോഷിപ്പിക്കുന്ന യേശുവിൻ്റെ വരവിൽ സന്തോഷിച്ച് നോക്കുകയും വരുന്ന അതൊന്നോർത്തെ ആ രാജ്യത്തെ വരവും നമ്മളെ കൊണ്ടുപോകുന്ന പോക്കും അവിടെ ചെന്നിട്ടുള്ള ആ പളുങ്കിനൊത്ത കണ്ണാടിക്കടലുള്ള ആ രാജ്യം, അതൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയാ മിണ്ടാതിരിക്കുക? അതാ ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാ മുഖത്ത് ഹാർഡ്നെസ്, മുഖത്ത് വിഷമങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നേ. അത് ചിന്തിച്ചാൽ പിന്നെ ഭാരം മാറും, നിന്റെ വേദനകൾ മാറും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടുന്നൊരു സുന്ദരമായ ദിവസം. മുടന്തനാണ് മാൻ. ഞാൻ നൂറനാടുള്ള ഒരു കുഷ്ഠരോഗ നിവാരണ സ്ഥലമുണ്ട് നൂറനാട്. പണ്ട് 24-25 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ സ്കൂളിൽ നിന്ന് ഒരിക്കൽ അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആൽബ്രട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആരാധന കണ്ടു. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കയ്യൊക്കെ ഇറ്റുപോകുന്ന രോഗമാണ് കുഷ്ഠരോഗം. അപ്പം അതിനകത്ത് ആൽബ്രട്ട് എന്ന് പറയുന്ന ഒരാളിൻ്റെ സൗണ്ടും ആരാധന ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പം അവർ അപ്പുറത്തിരിക്കുന്നു, ഞങ്ങൾ ഇപ്പുറത്തിരിക്കുന്നു. അടുത്തിരിക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല. ദൂരെ ഇരുന്നിങ്ങനെ ആരാധിക്കുന്ന സമയത്ത് യേശു നല്ലവൻ, ഓ അവൻ വല്ലവൻ, ആ പാട്ട് പാടി ആരാധിക്കപ്പെടല്ലോ. ഈ ആൽബ്രട്ടിൻ്റെ ആരാധന കാരണം ആൽബ്രട്ടിൻ്റെ ആരാധനയിൽ കൈയൊക്കെ ഇങ്ങനെ ഇറ്റ് പോകുന്ന ആ ഭാഗത്തൂടെ ബ്ലഡ് വരുന്നുണ്ട്. ബ്ലഡൊക്കെ ഇങ്ങനെ പോകുമ്പോഴും ആൽബ്രട്ടിൻ്റെ ആരാധന, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. മനസ്സിലാകുന്നുണ്ടോ? കുഷ്ഠരോഗി പാടി ആരാധിക്കുകയാണെങ്കിൽ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലാതെ എത്ര സ്മാർട്ടായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? ആ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ അകത്ത് ഭരിക്കട്ടെ. അതാണ് നമ്മുടെ പ്രത്യാശ. ചേർന്ന് അല്പനിമിഷങ്ങളെ കരങ്ങളെ ഒരുമിച്ച് അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അതരങ്ങളെ തുറന്ന് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ അന്യഭാഷ ആ കണ്ണുകളും നടച്ചൊരുമിച്ച് കർത്താവിനെ
ഒരു 2 മിനിറ്റ് ആ കണ്ണുകളൊന്ന് അടച്ചേ. ഒരു 2 മിനിറ്റ്സ് ആ കൈകളൊന്ന് അടിച്ച്. ഒരു 2 മിനിറ്റ് കരമടിച്ച്. 2 മിനിറ്റ് കണ്ണ് തുറക്കരുത്, കണ്ണമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ച്. ലോകത്തിൽ ഞാനൊരു നിന്ദ്യതനെങ്കിലും വേഗത്തിൽ ഞാനൊരു വധുവായി മാറും. മുൾക്കിരീടധാരിയായി കടന്നുപോയ എൻ്റെ പ്രിയനെ പൊൻകിരീടധാരിയായി അന്ന് ഞാൻ കാണും. കാലമായി കാലമായി പറന്നു പോകാൻ എൻ്റെ പ്രത്യാശ, എൻ്റെ ആശയിൽ സന്തോഷിക്കാൻ യേശുവിൻ്റെ വരവ്. ലംസിമാനിയ ദിൽകാസിയാം ദർശനാഥന റീമിസിയാം ദരെ രഗദേ രഗദു രഗദാ വൈഷാമനാദിയ. ആ കർത്താവിൻ്റെ വരവിൽ സന്തോഷിപ്പാൻ, ആ വരവോർത്ത് സ്തോത്രം ചെയ്യുവാൻ, ആശ പ്രത്യാശയിൽ സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? ആമേൻ. ചേർന്ന് കരമുയർത്തി ഒരുമിച്ചിട്ട് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളതായിരങ്ങൾ. അല്ലേ? നിരാശപ്പെടാൻ ആകെ 10 കാര്യമേ ഉള്ളൂ. ആകെ 10. ആനന്ദിപ്പാനുള്ളത് 1000ങ്ങൾ. ഇല്ലേ? കരഞ്ഞെന്തിന് ആയുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിയിടുക. അതിന് കാരണം ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിപ്പാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിപ്പാൻ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം. ഈ സ്റ്റേജ് അത്ര സ്ട്രോങ് അല്ല, അതാ ഞാൻ ഡാൻസ് ചെയ്യാത്തത്. കുലുങ്ങുന്നതിന് തോന്നി ഇതൊക്കെ താഴെ പോയാൽ നിങ്ങൾ എന്നെ കളിയാക്കും. അല്ല ഞാനിവിടെ കിടന്ന് ചാടിയനെ. സ്തോത്രം സ്തോത്രം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിപ്പാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിക്കാൻ. പാടാം നമ്മെ മറന്നു നമ്മൾ, വീട് നാട് കൂടെ കൊച്ചെ കുടുംബം. കുഞ്ഞിനെ കുറിച്ചൊന്നും ഒത്തിരി പറയരുത്, അവരൊക്കെ പറന്നു പോകും. +2 കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് പോകും നേഴ്സിംഗ് കഴിഞ്ഞ പിന്നെ തിരിച്ച് നോയിറ്റ് എഴുതും. 17, 20, 22, 21ാമത്തെ വയസ്സിൽ ഇവിടുന്ന് യു കെ പോയി പിന്നെ തിരിച്ചു പോലും വരത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കുഞ്ഞിൻ്റെ അപ്പി കോരാൻ വേണ്ടി നമ്മൾ 6 മാസം അതെല്ലാം നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത വിട്ടാണ്, അച്ഛനെക്കുറിച്ച് ചിന്ത വിട്ടാട്ടെ. എല്ലാവർക്കും ഒരു പരിധി വരെ ഓടിയത് എല്ലാം മറന്നിട്ട് സ്തോത്രം എല്ലാം ഒന്ന് മറന്നിട്ട് പാടാം നമ്മെ മറന്നു നമ്മളെല്ലാം ഒന്ന് ഫ്രീ ആയിക്കേ. വീടൊക്കെ ഒന്ന് മറന്ന്, വീട് കടം ലോണ് വീട് എല്ലാം ഒന്ന് മറന്നേ. എന്നിട്ട് ഒന്ന് പച്ചയ്ക്ക് വന്നേ, റിലാക്സ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ആരുമില്ലാത്തൊരു ഫ്രീ. ഹസ്ബൻഡിനെ കുറിച്ച് ഓർക്കണ്ട, ഭാര്യയെ കുറിച്ച് ഓർക്കണ്ട, മക്കളെ കുറിച്ച് ഓർക്കണ്ട, വീടെല്ലാം ഒന്ന് വിട്ടേച്ച് പാടാം നമ്മെ മറന്നു നമ്മൾ ദൈവം മാത്രം സ്തുതിക്കാം നാം യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര. 70 വയസ്സ് 80 വയസ്സ് അല്ലെ 90 ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ പകുതി കഴിഞ്ഞു. 40-45 അത് കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലും. അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ പകുതി കഴിഞ്ഞു, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് റിലാക്സ്ഡ് ആവണ്ടായോ? പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കാം നാം. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ട്, പക്ഷെ ആനന്ദിക്കാനുള്ളത് 1000ങ്ങൾ. എന്തോ 1000ങ്ങൾ? അതിലൊന്ന് യേശു മടങ്ങി വരും, എന്നെ ചേർക്കും, ഞാൻ രാജ്യത്ത് പാർക്കും. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ കാണും, അവരുടെ കൂടെ ഇരുന്ന് ഞാൻ പന്തിയിലിരിക്കും. പൊന്മണി മാലയവൻ എനിക്ക് തരും, ശുഭ്രവസ്ത്രം രാപ്പകലില്ലവിടെ. പ്രത്യാശയുള്ള ഒരു നല്ല സുന്ദരമായ നാട്. ഇന്ന് രാത്രി അതോർത്ത് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ളവർ ഒന്ന് എഴുന്നേറ്റേ പരിപാടി.